അപ്പോൾ നമുക്ക് തലസ്ഥാനത്തു നിന്ന് തന്നെ തുടങ്ങാം. തിരുവനന്തപുരത്ത് നന്ദകുമാർ ചേരുകയാണ് നമ്മളോടൊപ്പം. ന്യായമായും തിരുവനന്തപുരത്ത് നിന്ന് ഒട്ടേറെ വാർത്തകളുണ്ട്. സഭ, ബജറ്റ്, അതിന്റെ തുടർചലനങ്ങൾ, ഗുണ്ടാ ആക്രമണം, സ്ത്രീക്ക് നേരെയുണ്ടായ അക്രമം, അതുപോലെ ഒട്ടനവധി വാർത്തകൾ. കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ള വാർത്തകളുടെ വിശദാംശങ്ങളാണ് നന്ദകുമാറിനോട് നമുക്ക് ചോദിച്ചറിയേണ്ടത്. ന്യൂനമർദ്ദം പേടിപ്പിച്ചെങ്കിലും മഴ അകന്ന് പോവുകയാണെന്നുള്ള വാർത്തയാണുള്ളത്. എന്തായാലും ആദ്യം സഭയിലേക്ക്, ബജറ്റിലേക്ക്. നന്ദൻ, വളരെ വ്യാപകമായ പ്രതിഷേധമാണ് ബജറ്റ് അവതരണത്തിനിടയിൽ ഈ ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടങ്ങിയിരുന്നു. സഭയിൽ തന്നെ ബജറ്റ് കോപ്പികൾ കീറിയെറിഞ്ഞാണ് പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിവെച്ചത്. അതിനുശേഷം 2 വട്ടമെങ്കിലും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടാനുള്ള ശ്രമമുണ്ടായി. ഇന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ സംഘടനകൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. വിവിധ ജില്ലകളിൽ നാളെ കളക്ടറേറ്റ് മാർച്ച് ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നന്ദൻ, ബജറ്റ് അവതരണത്തിന് ശേഷം ആദ്യമായി ഇന്ന് സഭ ചേരുകയാണ്. സഭ പ്രക്ഷുബ്ധമാകും എന്ന് ഉറപ്പല്ലേ? തീർച്ചയായും. എന്തായാലും KN ബാലഗോപാൽ അവതരിപ്പിച്ച ആ ഒരു ബഡ്ജറ്റിന് ശേഷം അന്നത്തെ ദിവസം തൊട്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനം വീണ്ടും സമരമുഖങ്ങളിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സിൽവർ ലൈനിന് ശേഷം ഈ ഒരു ബഡ്ജറ്റിലെ നികുതി വർധനവ് അതൊരു ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രത്യേകിച്ച് ഭരണപക്ഷത്തു നിന്ന് പോലും ഇത്തരത്തിലൊരു എതിർ സ്വരങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതും മുതലാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് നികുതി വർധനവ് അത് വലിയ തോതിലാണ് ജനങ്ങൾക്ക് അത് തിരിച്ചടി ുള്ളത്. അതൊരു ഇരുട്ടടിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം വെള്ളത്തിന്റെ കരം ഇന്നു മുതൽ അധിക തുക നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതിക്ക് അധിക തുക വരുന്നുണ്ട്. അപ്പോഴാണ് ഇന്ധനം നിരക്കും വർദ്ധിപ്പിച്ച് സെസ് അടക്കം ഏർപ്പെടുത്തി ഇപ്പോൾ ജനങ്ങൾക്ക് മേൽ ഒരു ഇരുട്ടടി എത്തിയിരിക്കുന്നത്. ഇരുട്ടടിയായിട്ട് ഇപ്പോൾ സർക്കാർ ഈ ഒരു നികുതി വർധനവ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ശരി, നന്ദകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നന്ദന്റെ ഫോൺ കട്ടായി എന്ന് തോന്നുന്നു. എന്തായാലും വളരെ കൃത്യമാണ് കാര്യം. പ്രതിപക്ഷത്തിന് വളരെ നാളിന് ശേഷം വീണ്ടും കിട്ടിയ ഒരു അവസരമാണ്. നന്ദൻ, കേൾക്കാമെങ്കിൽ തുടരാം. നന്ദൻ കേൾക്കാമെങ്കിൽ തുടരാം. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സഭയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിപക്ഷ പ്രതിഷേധം, അതുപോലെ തന്നെ പ്രതിപക്ഷ നിരയിൽ പോലും, ഭരണകക്ഷിയുടെ അംഗങ്ങളിൽ പോലും, ഭരണ മുന്നണിയിലെ പല കക്ഷികൾക്കും അതൃപ്തി. അവർ ചിലത് പരസ്യമായും ചിലർ പരോക്ഷമായും ഒക്കെ അക്കാര്യം സൂചിപ്പിച്ചിരുന്നു. ഇന്ന് തലസ്ഥാനത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് നന്ദൻ? തീർച്ചയായും ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിന്മേലുള്ള പൊതു ചർച്ച ഇന്ന് നിയമസഭയിൽ ആരംഭിക്കുകയാണ്. എന്തായാലും നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ നിയമസഭയിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ധന വിലയിൽ ഏർപ്പെടുത്തിയ ആ ഒരു സെസ് അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തന്നെയാണ് ഈ ഒരു പ്രതിഷേധം ഇന്ന് കനക്കുക. നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ ഭരണപക്ഷത്തും ഈ ഒരു എതിർ സ്വരങ്ങൾ ഉള്ളതിനാൽ അത് മുതലെടുക്കാനും പ്രതിപക്ഷം ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും മറ്റന്നാളാണ് ഈ ധനമന്ത്രിയുടെ മറുപടി. ഇന്നും നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് മേലുള്ള ധനമന്ത്രിയുടെ മറുപടി മറ്റന്നാൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ഇളവുകളും കൂട്ടിച്ചേർക്കലും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ധന നികുതിയിൽ 1 രൂപയെങ്കിലും കുറവ് വരുത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം വലിയ തോതിലാണ് ഇത്തരത്തിൽ ഇന്ധന നികുതി അതൊരു ഇരുട്ടടി പോലെ ഇപ്പോൾ ജനങ്ങൾക്ക് എത്തിയിട്ടുള്ളത്. സഭയ്ക്കകത്തും പുറത്തും ഉയർന്ന പ്രതിഷേധങ്ങളുടെ ഈ ഒരു തീവ്രത വിലയിരുത്തിയാകും ഇക്കാര്യത്തിൽ സർക്കാരിന്റെ അന്തിമ തീരുമാനം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിലെ നികുതി വർധനവയ്ക്കെതിരെ തുടർ സമരം ചർച്ച ചെയ്യാനും UDF കക്ഷി നേതാക്കളുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. രാവിലെ 11 മണിക്ക് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ചേംബറിലാണ് ഈ ഒരു യോഗം നടക്കുക. നികുതി വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസും ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. അത് അക്രമാസക്തമാകാനും സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നാളെ സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്താൻ KPCCയും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ചേരുന്ന UDF കക്ഷി നേതാക്കളുടെ യോഗത്തിൽ സമര പരിപാടികൾ ആലോചിക്കുകയും ചെയ്യുക. എന്തായാലും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം.
വരികയാണ്. അതോടൊപ്പം തന്നെ BJPയും വലിയ തോതിൽ ഇപ്പോൾ സമരരംഗത്താണ് എന്ന് നമുക്കറിയാം. കാരണം കേന്ദ്രം ഇന്ധന വില വർദ്ധിപ്പിക്കുന്നതിന്റെ പേരിൽ എന്നും പ്രതിരോധത്തിലായിരുന്നു സംസ്ഥാന BJP. അതുകൊണ്ട് തന്നെ വീണുകിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് BJPയും ശ്രമിക്കുന്നത്. ഇന്ന് ബൂത്ത് തലങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. അതോടൊപ്പം തന്നെ പദയാത്രകളും ഗൃഹ സന്ദർശനങ്ങളും ഉൾപ്പെടെ വിപുലമായ പ്രതിഷേധ പരിപാടികളാണ് BJPയും ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ അടക്കം ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യമൊക്കെ തന്നെ അറിയിച്ചതുമാണ്. എന്തായാലും സിൽവർ ലൈനു ശേഷം സർക്കാരിനെ പ്രകടിക്കാൻ കിട്ടിയ ഒരു അവസരമായി തന്നെയാണ് പ്രതിപക്ഷം ബഡ്ജറ്റിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഭയ്ക്ക് അകത്തും പുറത്തും വലിയ തോതിൽ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രദീപ്, ആര്യ. ശരി നന്ദൻ, മറ്റു വാർത്തകളിലേക്ക് നമുക്ക് തിരികെ എത്താം. നന്ദൻ തുടരുക. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അവിടെ MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളുമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്ത. അനീഷ്, ഒരു ചെറിയ ജനന സർട്ടിഫിക്കറ്റ് ക്രമക്കേട്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്കാം, ഒരു കുംഭകോണത്തിൽ തുടങ്ങിയ ഒരു കേസ്, ഒരു വാർത്ത ഇന്ന് ഞെട്ടിക്കുന്ന തലങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ അനീഷ് പുറത്തുവിടുന്ന വാർത്ത, അനീഷ് ബ്രേക്ക് ചെയ്യുന്ന ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ഒരു പക്ഷേ അനധികൃത ദത്തെടുക്കലിലേക്കോ കുഞ്ഞിനെ വിൽക്കുന്നതിലേക്കോ ഒക്കെ എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടേക്ക് എത്തുകയാണ് അന്വേഷണം. എന്തൊക്കെയാണ് അനീഷ് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? പ്രദീപ്, തീർച്ചയായും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ കഴിയുന്നത്. കാരണം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഒരു വ്യാജരേഖ നിർമ്മിച്ചു. ഒരു ജനിക്കാത്ത കുട്ടിയുടെ പേരിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നതാണ് ആദ്യം പുറത്തു വരുന്ന വിവരം. ഇതേ തുടർന്നാണ് പിന്നീട് ഈ വ്യാജ സർട്ടിഫിക്കറ്റിലെ പേര് ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെയാണ് നമ്മൾ തൃപ്പൂണിത്തുറയിലെ ഗായകന്റെ വീട്ടിലെത്തിയത്. പക്ഷേ ഗായകനും കുടുംബവും ഏതാനും ദിവസങ്ങളായി തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ ഈ അനൂപ് G. കൃഷ്ണൻ എന്ന ഗായകൻ ആ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു. അയാളുടെ ഒപ്പം ഒരു കുട്ടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ഈ വ്യാജ പേരിൽ അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു കുട്ടി ഇവരോടൊപ്പം ഉണ്ട്, ഒരു പെൺകുട്ടി ഇവരോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇടനിലക്കാർ വഴിയാണ് ഈ വിവരം. ഇങ്ങനെ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ ജനിച്ചിരിക്കുന്നു, ഈ കുട്ടിയെ അവരുടെ മാതാപിതാക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ട, ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വിവരം മെഡിക്കൽ കോളേജിലെ ഇടനിലക്കാർ, ഈ അനിൽകുമാർ അടക്കം ഉൾപ്പെടുന്ന ഇടനിലക്കാരാണ് ഈ വിവരം അനൂപിനെ അറിയിക്കുന്നത്. പിന്നീടാണ് അനൂപ് മെഡിക്കൽ കോളേജിൽ എത്തി ഈ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത്. കേവലം ഈ നവജാത ശിശു ഉണ്ടായി 3-ാം ദിവസം അച്ഛനും അമ്മയും കുട്ടിയെ കൈമാറുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ് കൃഷ്ണനും ഈ ഭാര്യയും നേരിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. ഇടനിലക്കാർക്ക് കുട്ടിയെ കൈമാറുന്നു, ഇടനിലക്കാർ പിന്നീട് അനൂപ് കൃഷ്ണ കുട്ടിയെ കൈമാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം മെഡിക്കൽ കോളേജുകൾ പോലെ വലിയ ആശുപത്രികളിൽ പല തരത്തിൽ കുട്ടികൾ ജനിക്കും, അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്ക് വരെ കുട്ടികൾ ജനിക്കുന്ന, പെൺകുട്ടികൾക്ക് ജനിക്കുന്ന പോക്സോ കേസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകൾ വരുന്ന ഇടമാണ്. അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ ഇത്തരം ആളുകൾ എത്തുമ്പോൾ, ഇത്തരത്തിലുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ ഈ വിവരം കൃത്യമായി ഇടനിലക്കാർ ശേഖരിക്കുകയും ആ വിവരം കുട്ടികളെ ആവശ്യമുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നുവെങ്കിൽ അതിന്റെ പ്രക്രിയകൾ വലുതാണ്, വലിയ സങ്കീർണതകൾ ഉള്ളതാണ്. എന്നാൽ ഈ സങ്കീർണതകളൊക്കെ ഒഴിവാക്കി നേരിട്ട് കുട്ടികളെ കൈമാറി ഒരു കുട്ടിക്കടത്ത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരുപക്ഷെ ഇതിനു മുമ്പും കളമശ്ശേരിയിൽ ഇത്തരത്തിൽ കുട്ടികളെ കൈമാറപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ അനൂപ് കൃഷ്ണന്റെ കാര്യത്തിൽ തന്നെ ലക്ഷങ്ങൾ മുടക്കിയാണ് അനൂപിന് ഈ കുട്ടിയെ കിട്ടിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം കുട്ടിയെ തന്നെ മാസങ്ങളായി ഈ അനൂപ് കൃഷ്ണൻ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു നിയമസാധുത ലഭിക്കാൻ എന്ന പേരിൽ ഇപ്പോൾ ഈ വ്യാജരേഖ ചമയ്ക്കാൻ ഒരുങ്ങിയത്. എന്തായാലും വ്യാജരേഖ ചമയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ആഴ്ചകൾ നീണ്ട ഒരു ആസൂത്രണം ഈ അനിൽകുമാറും മറ്റുമൊക്കെ ആശുപത്രിയിൽ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓരോ വിഭാഗത്തിലും കയറി ഇറങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിന് നിയമസാധുത ഉണ്ടാവുക. ഒരുപക്ഷെ 4, 5, 10 വർഷങ്ങൾ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ തിരക്കിയെത്തിയാൽ പോലും ഓരോ വിഭാഗത്തിലും ഈ കുട്ടിയുടെ
ബാക്കപ്പ് ഫയൽസ് ഉണ്ടാകുന്ന രീതിയിലുള്ള അതിസമൃദ്ധമായ തട്ടിപ്പാണ് ചെയ്തിരുന്നത്. എന്തായാലും ഒരു താൽക്കാലിക ജീവനക്കാരിയുടെ സംശയത്തിൽ തുടങ്ങിയ ഒരു അന്വേഷണം ഇപ്പോൾ വലിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കുട്ടിയുടെ അനധികൃത കൈമാറ്റത്തിലേക്കും ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ നടക്കാൻ നടന്നേക്കാവുന്ന ഒരു വലിയ തട്ടിപ്പിലേക്കും ഈ കുട്ടിക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പിലേക്കുമാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും നിലവിൽ അനിൽകുമാർ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടി പോലീസ് എല്ലായിടത്തും വലവിരിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഒളിവിൽ നിന്ന് നമ്മളോടൊപ്പം സംസാരിക്കുകയും ചെയ്ത ശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മറ്റ് ഇടനിലക്കാർ വഴിയും ഇയാളെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഒപ്പം ഈ ഗായകൻ അനൂപ് കൃഷ്ണനും കുടുംബവും ഈ സംഭവങ്ങൾ പുറത്തറിഞ്ഞ് അന്ന് തന്നെ സ്ഥലത്തു നിന്നും പോയതാണ്. അവരെയും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവർക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം നടത്തുന്നു. ശിശുക്ഷേമ സമിതി ഇന്നലെ തന്നെ ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു. അനധികൃതമായ കുട്ടിയുടെ കൈമാറ്റമാണ് നടന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്തണം, അത് ശിശുക്ഷേമ സമിതിക്ക് കൈമാറണം എന്നും പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഈ ശരിയായ മാതാപിതാക്കൾക്ക് കുട്ടിയെ ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക്, അല്ലെങ്കിൽ അവരതിന് തയ്യാറാവില്ല എന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ലഭിക്കുന്നത്. ഒപ്പം ഈ അനധികൃതമായി ദത്തെടുത്തവർക്കും കുട്ടിയെ വളർത്താൻ നിയമപരമായി ഇനി അനുമതി ലഭിക്കില്ല. അതുകൊണ്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണതയിലേക്ക് ആ കുട്ടി വൈകാതെ മാറും. ഈ അനൂപ് കൃഷ്ണനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ഉള്ളത്. പ്രദീപ്. ശരി അനീഷ്, വളരെ ഒട്ടനവധി ചോദ്യങ്ങൾ വീണ്ടും ഉയരുന്നു അല്ലെ അനീഷ് പറയുന്നത് കേൾക്കുമ്പോൾ? അനീഷ, ഇതിപ്പോ ഒരു കേസ് എന്നതിനപ്പുറം ഒരു ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്താണ് ഇത് അതിലൊതുങ്ങി നിൽക്കുന്നില്ല. ഇതൊരു അനധികൃത ദത്തെടുക്കൽ അല്ലെങ്കിൽ കുട്ടിയെ കൈമാറ്റം ചെയ്യുന്ന ഒരു പണം കൊടുത്ത് വാങ്ങുന്ന ഒരു രീതിയായിരുന്നു അവിടെ നടക്കുന്നത്. അനീഷ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഗായകന് ആരോ ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കുട്ടിയെ കിട്ടാമെന്നും, രണ്ട് അതിന് വ്യാജരേഖ ചമച്ച് അതിന് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തങ്ങളുടെ കുട്ടിയായി അല്ലെങ്കിൽ ദത്തെടുത്ത കുട്ടിയായി മാറ്റാം എന്നും ഒക്കെ ഉള്ള അറിവ് കിട്ടിയത് എവിടുന്നാണ്? അപ്പോൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഒരൊറ്റ സംഭവത്തിൽ അല്ലെങ്കിൽ ഇതിലൊരു ഇടനിലക്കാർ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. അതൊരു റാക്കറ്റ് അങ്ങനെ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്, അല്ലേ അനീഷ്? നമ്മൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇത് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും ഉന്നതമായ ഈ വൈദ്യശാസ്ത്ര രംഗത്തെ കേന്ദ്രങ്ങളായാണ് മെഡിക്കൽ കോളേജുകളെ കരുതുന്നത്. പക്ഷേ അവിടെ തന്നെ ഈ വരുന്ന രോഗികളുടെ സാമ്പത്തിക രീതിയിലോ അല്ലെങ്കിൽ മറ്റ് കുടുംബപരമായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ഏത് തരത്തിലാണ് ഈ കുട്ടി ജനിക്കുന്നത്, കൃത്യമായി ഈ വിവാഹിതരായ ദമ്പതികളാണോ അല്ലെങ്കിൽ ഈ ദമ്പതികൾക്ക് കുട്ടികളെ വേണ്ടാത്ത സാഹചര്യമുണ്ടോ, ഇതൊക്കെ വിലയിരുത്തിയ ശേഷം കൃത്യമായി ആവശ്യക്കാരിലേക്ക് ഈ വിവരം എത്തിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അങ്ങനെ ഈ കുട്ടികളെ ആവശ്യപ്പെടുന്നവർക്ക് ഒരുപക്ഷെ ബന്ധപ്പെടാൻ കഴിയുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഈ ജീവനക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള ഇടനിലക്കാർ മാറുന്നുണ്ടോ എന്നതാണ് മറ്റൊരു പ്രധാന ചോദ്യം. കാരണം ഒരു നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാതെ ഒരു നവജാത ശിശുവിനെ ജനിച്ച് 3-ാം നാൾ മറ്റൊരാൾക്ക് കൈമാറുക എന്നത് അങ്ങേയറ്റം ഗൗരവപരമായ കുറ്റകൃത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിലുണ്ടായ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തെക്കാൾ 100 മടങ്ങ് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടനിലക്കാർ ആ ആശുപത്രിയിൽ നേരത്തെയും സജീവമായിരുന്നു, അല്ലെങ്കിൽ അവർ നേരത്തെയും ഇത്തരത്തിലെ കൃത്യം ചെയ്തിട്ടുണ്ടോ എന്ന ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. ഒരുപക്ഷെ വലിയ ഒരു കുറ്റകൃത്യം നടന്നിട്ടും അതിന്റെ ഒരു ഗൗരവത്തിലുള്ള ഒരു ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം കേവലം വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിയുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഇന്നലെ ശിശുക്ഷേമ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ കൈമാറ്റം ചെയ്തതിൽ ഒരു കൃത്യമായ നടപടി എടുക്കണം എന്ന ഒരു നിർദ്ദേശം നൽകുകയും കുട്ടിയെ കണ്ടെത്തണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നത്. ഇന്നലെ എന്തായാലും നമ്മളടക്കം ഈ കുട്ടിയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് പുറത്തുവിടുകയും ചെയ്തിരുന്നു. ആ ജനന സർട്ടിഫിക്കറ്റിൽ ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളുടെ പേരും വിലാസവും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നമ്മൾ ഇന്ന് നടത്തുന്നതാണ്. പക്ഷെ അപ്പോഴും ആ വിലാസത്തിലുള്ളതും യഥാർത്ഥ മാതാപിതാക്കളാണോ അല്ലെങ്കിൽ അതിലും ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നേരത്തെയും വലിയ പഴികൾ കേട്ടിട്ടുള്ളതാണ്. ചികിത്സാ പിഴവുകളെ തുടർന്ന് രോഗികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭരണപരമായ വീഴ്ചകൾ ഒരുപാട് നടക്കുന്ന ഒരു ആശുപത്രി ഒക്കെയാണ്. സാധാരണഗതിയിലുള്ള മറ്റ് മെഡിക്കൽ കോളേജുകളെ അപേക്ഷിച്ച് താരതമ്യേന മോശം പ്രകടനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവിടെയാണ് ഇത്തരമൊരു ഇടപെടലുകൾ. നമുക്കറിയാം, മെട്രോപൊളിറ്റൻ സിറ്റി, നമ്മുടെ മെട്രോ നഗരമായ കൊച്ചിയിലെ ഏറ്റവും പ്രധാന ആശുപത്രികളിൽ ഒന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ്. അവിടെ തന്നെ ഇത്തരം കേൾക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള
കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ് ചിന്തിക്കുന്നത്. എന്തായാലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ടൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ശിശുക്ഷേമ സമിതിയൊക്കെ ഇടപെട്ട് ഈ കുട്ടിയെ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ കുട്ടിയെ കണ്ടെത്തിയും ശിശുക്ഷേമ സമിതിക്ക് കൈമാറണം. തുടർന്ന് എവിടെ നിന്നാണ് കുട്ടി വന്നത്, എങ്ങോട്ടാണ് കുട്ടി പോയത്, ഈ കുട്ടിയെ കൈമാറ്റം ചെയ്തതിൽ ആരൊക്കെയാണ് ഇടനിലക്കാർ? കാരണം അനിൽകുമാർ മാത്രമല്ല ഇടനിലക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ ഗായകനുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അനിൽകുമാറിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ വിഷയം എന്നുള്ളത് തീർച്ചയാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ട അല്ലെങ്കിൽ സൂചിപ്പിക്കേണ്ട ഒരു വ്യക്തിയെ കൂടിയുണ്ട്. അതായത് ഈ ഒരു വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ ജോലി നഷ്ടമായ അവിടുത്തെ കരാർ ജീവനക്കാരി. ഈ ഒരു വിഷയം മന്ത്രിയുടെ അടക്കം മുന്നിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണമൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. കുറ്റക്കാരെല്ലാം ശിക്ഷിക്കപ്പെടും എന്ന് മന്ത്രി വാഗ്ദാനം ചെയ്യുമ്പോൾ ഈ വിസിൽ ബ്ലോവറുടെ അവസ്ഥ, ക്രമക്കേട് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ജോലി പോയ സ്ത്രീ, അവരുടെ ഒരു അവസ്ഥ കൂടി നമ്മളിവിടെ പരിഗണിക്കേണ്ടതില്ലേ? അത് എങ്ങനെയാണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഇനി തിരികെ എടുക്കുമോ? അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? അവരുടെ ജോലി ഇപ്പോൾ നഷ്ടപ്പെട്ട് നിൽക്കുക തന്നെയാണ്. കാരണം നമുക്കറിയാം, ഒരു അഴിമതി ചൂണ്ടിക്കാണിക്കുമ്പോൾ അഴിമതിയാണ് അല്ലെങ്കിൽ അത് ക്രമക്കേടാണ് എന്ന് കണ്ടെത്തിയാൽ പോലും ഈ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കാരണം ആ ആശുപത്രിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന ഒരു നടപടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നതാണ്. കാരണം ഇത്തരമൊരു സർട്ടിഫിക്കറ്റിലെ പേരുകൾ വ്യാജമാണ് എന്ന് കണ്ടെത്തിയപ്പോൾ സ്വന്തം നിലയിൽ ഉള്ള അന്വേഷണം നടത്തുകയും ലേബർ റൂമിലും മറ്റുമൊക്കെ പോയി പരിശോധിച്ച് ഈ ഇങ്ങനൊരു കുട്ടി അവിടെ ജനിച്ചിട്ടില്ല എന്ന് രഹനയ്ക്ക് മനസ്സിലായെങ്കിൽ പോലും രഹന ഈ കാര്യം ഔദ്യോഗികമായി അറിയിക്കേണ്ട ആളുകളെ ആ ഘട്ടത്തിൽ അറിയിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രഹനയുടെ അന്വേഷണത്തിൽ നിന്നുമാണ് ലേബർ റൂമിലെ ഒരു നഴ്സിന് ഇക്കാര്യത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയും ആ നഴ്സാണ് പിന്നീട് ഔദ്യോഗികമായി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് രഹനയെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ആരായുകയുമായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ രഹന ഈ കാര്യം തുറന്ന് പറഞ്ഞില്ല എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. കാരണം അനിൽകുമാർ രഹനയെ ഭീഷണിപ്പെടുത്തിയിരുന്നു, കേസിൽ കൊടുക്കും, രഹന മാത്രം ഈ കേസിൽ പ്രതിയാകുമെന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും ആ രഹനയുടെ സമർത്ഥമായ ഇടപെടൽ, ആ സംശയം തന്നെയാണ് കാര്യങ്ങളിലേക്ക് ഈ ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. എന്തായാലും ഈ രഹനയ്ക്ക് ജോലി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ സമ്മർദ്ദം ഒരുപക്ഷെ നഗരസഭയിൽ ഇനിയും ചെലുത്തപ്പെടും. അനീഷ്, എന്തായാലും മെനി കൺഗ്രാറ്റുലേഷൻസ്. കാര്യം ഈ വാർത്തയുടെ തുടക്കം മുതൽ യു ആർ റൈറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ന്യൂസ്. ഏറ്റവും ആദ്യം ഇതിന്റെ ദുരൂഹതകൾ, ഇതൊരു കേവലം ഒരു വ്യാജ ജനന സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങി നിൽക്കുന്നില്ല എന്നുള്ള വിവരം, അതിനും അപ്പുറത്തേക്ക് ഇത് ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ ശരിയാണ് അവരൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കളിച്ചു എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ടാവും. എങ്കിൽ പോലും അവർ കാണിച്ചൊരു ബുദ്ധി, ഒരു ലോജിക്ക്, ഒരു അന്വേഷണം ഒക്കെയാണ് ഈ വിവരം പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയത്. ആ സ്ത്രീയെ, ആ വനിതയെ ആദ്യം കണ്ടെത്തുകയും അവരുടെ അഭിമുഖം ന്യൂസ് 18 കേരളത്തിലൂടെ പ്രേക്ഷകരിലേക്ക്, കേരള ജനതയുടെ മുന്നിലേക്ക് എത്തിച്ചതും അനീഷ് കുമാറാണ്. തുടർന്നുള്ള അന്വേഷണ വിവരങ്ങളുമായി അനീഷ് തുടർന്നുള്ള മണിക്കൂറുകളിൽ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് കേവലം ഒരു റാക്കറ്റിൽ അല്ലെങ്കിൽ ഇതിൽ ഒതുങ്ങുന്നില്ല. ഒരുപാട് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിൽ ഒതുങ്ങുന്ന വിഷയമല്ല. ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്, ന്യായങ്ങളുണ്ടാവും. ഏത് തട്ടിപ്പും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഈ കുട്ടിയെ അനധികൃതമായി കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ അനധികൃത ദത്തെടുക്കൽ നടത്തുന്ന ഒരു റാക്കറ്റ്, ലക്ഷങ്ങൾ വാങ്ങി പ്രവർത്തിക്കുന്ന റാക്കറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം റാക്കറ്റുകൾ രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ തട്ടിപ്പുകൾ ഉണ്ടാകുന്നതും ചില ഗതികേടുകളിൽ നിന്നാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ദമ്പതികൾക്ക്, എനിക്കറിയില്ല, കേരളത്തിൽ സാമാന്യം വ്യക്തമായ പിന്നെ ദത്തെടുക്കൽ നിയമവും സംവിധാനങ്ങളുമുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിൽ അടക്കമുള്ള ഇടങ്ങളിൽ ഒട്ടേറെ കുട്ടികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാർഗം, ഒരു ബാക്ക് ഡോർ, ഒരു വഴിവിട്ട രീതി അവർ സ്വീകരിച്ചു എന്നുള്ളത് അവരിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചില സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരും അറിയാതെ ചെയ്യാനുള്ള നിലനിൽക്കുന്നുണ്ട്. അത് മുതലെടുക്കുന്ന റാക്കറ്റുകൾ. അതുപോലെ തന്നെയാണ് ഈ കുട്ടിയെ, സ്വന്തം കുഞ്ഞിനെ വിൽക്കേണ്ടി വന്ന കുടുംബത്തിന്റെയും. നമ്മളിപ്പോ പറയുമ്പോൾ അവർ ഒളിവിലാണ്, അവരെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, കേസെടുക്കുന്നു. ആദ്യം തന്നെ കേസെടുക്കാൻ പോകുന്നത് മാതാപിതാക്കൾക്കെതിരെയായിരിക്കും. അതിനും അപ്പുറത്തേക്ക് എന്തുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ അവർ വിറ്റു എന്നുള്ളതും കൂടി കേരളം കാണണം. കേവലം ഒരു സെൻസേഷണൽ വാർത്ത, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത, ഒരു എക്സ്ക്ലൂസീവ് എന്നതിനപ്പുറത്തേക്ക് ഉയർത്തുന്ന ചോദ്യങ്ങൾ കൂടി നാം കാണണം. അത് ചർച്ച ചെയ്യപ്പെടണം പൊതുസമൂഹത്തിൽ. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള വാർത്തകളിൽ ഉണ്ടാവും. നന്ദകുമാർ തുടരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നന്ദൻ, സഭയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, പ്രതിഷേധങ്ങളെക്കുറിച്ച് നന്ദൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ സഭയ്ക്ക് പുറത്തും പ്രക്ഷുബ്ധമായ
പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതിനും അപ്പുറം സർക്കാർ, കേരള പോലീസൊക്കെ ഉത്തരം പറയേണ്ട കാര്യമാണ് ഗുണ്ട ആക്രമണങ്ങളും സ്ത്രീകൾ അടക്കമുള്ളവർക്ക് നേരെ തുടർച്ചയായി തലസ്ഥാനത്ത് പോലും നടക്കുന്ന അക്രമ പരമ്പരയും. ഇതിനൊരു പരിഹാരം കാണാനോ പല കേസുകളിലെയും പ്രതികളെ പിടികൂടാനോ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി തന്നെ തലസ്ഥാനത്ത് നിലനിൽക്കുന്നു. ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നിൽക്കുന്നു, കേരള പോലീസിന് മുന്നിൽ നിൽക്കുന്നു. എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ, നന്ദൻ? പ്രദീപ്, എന്നാലും സംസ്ഥാനത്തെ ഗുണ്ടകളും ക്രിമിനലുകളെയും ഒക്കെ തന്നെ പിടികൂടാനായിട്ട് ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഇപ്പോൾ പോലീസ് ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങൾ മാത്രം ഏകദേശം 300-ലധികം പിടികിട്ടാപ്പുള്ളികളെ അടക്കം ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. സംസ്ഥാനത്താകെ ഇപ്പോൾ 2507 ഗുണ്ടകളും ക്രിമിനലുകളുമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവരൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു രീതിയിലേക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇതിൽ പിടികിട്ടാപ്പുള്ളികളെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം മറ്റ് നിയമ നടപടികളിലേക്കും അതോടൊപ്പം തന്നെ റിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോയിട്ടുള്ളത്. പക്ഷേ മറ്റു പ്രതികളെ, അതായത് നേരത്തെ കാപ്പ ചുമത്തി നാട് കടത്തിയ ശേഷവും തിരിച്ചെത്തിയവരുണ്ട്, അതോടൊപ്പം തന്നെ കാപ്പ ചുമത്താൻ തീരുമാനമായിട്ടും മുങ്ങി നടക്കുന്നവരുണ്ട്, പിടികിട്ടാപ്പുള്ളികളുണ്ട്, വാറണ്ട് പ്രതികളുണ്ട്, അതോടൊപ്പം തന്നെ ലഹരി വിൽപ്പനക്കാർ തുടങ്ങിയവരെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇവരുടെയൊക്കെ വിവരങ്ങളടക്കം ഡിജിറ്റലായി ശേഖരിക്കുകയും അതിനുശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് നീങ്ങുന്നത്. കാരണം ഇത്തരത്തിലുള്ള പ്രതികൾ വീണ്ടും ഇത്തരത്തിൽ ക്രിമിനൽ നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ അവരെയൊക്കെ തന്നെ വേഗം പിടികൂടാൻ സഹായിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ വിവരശേഖരണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം വീണ്ടും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുമെന്നൊരു കാര്യമാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇവരെ ആരെയും തന്നെ ഇപ്പോൾ ജയിലിൽ അടച്ചിട്ടില്ല. പിടികിട്ടാപ്പുള്ളികളെ മാത്രമാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. മറ്റു പ്രതികളെയൊക്കെ തന്നെ 24 മണിക്കൂറിൽ കരുതൽ തടങ്കിൽ വച്ച ശേഷം വിവരങ്ങൾ ശേഖരിച്ച ശേഷം അവരെ വിട്ടയക്കുകയാണ് ചെയ്തത്. എന്തായാലും അപകടകാരികളായ പിടികിട്ടാപ്പുള്ളിയുടെ പട്ടികയിലുള്ള 50%-ലേറെ ആളുകളെ പിടികൂടി എന്നാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ പോലീസിന് വലിയൊരു തലവേദന സൃഷ്ടിച്ച ഒരു സംഭവമാണ് തലസ്ഥാനത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ആക്രമണം, പ്രത്യേകിച്ച് മ്യൂസിയം പരിസരം അടക്കമുള്ള. കാരണം നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം മ്യൂസിയം പോലീസ് സ്റ്റേഷനുണ്ട്, നാപ്പിയർ മ്യൂസിയം അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്, കനകക്കുന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു പോലീസ് സുരക്ഷ ക്രമീകരിക്കുന്ന ഒരു സ്ഥലങ്ങൾ തന്നെയാണ്. എപ്പോഴും അതീവ സുരക്ഷാ മേഖലയാണ് നമുക്ക് പറയാൻ സാധിക്കും. അവിടെ വെച്ചാണ് സാഹിത്യോത്സവം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഒരു സ്ത്രീക്ക് നേരെ വലിയ തോതിൽ ആക്രമണം ഉണ്ടാകുന്നത്. അവരുടെ മുഖത്തടിക്കുകയും ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിൽ പോലീസ് ഇപ്പോൾ പരാതി സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രതിയെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും വലിയ സുരക്ഷാ സ്ഥലമുള്ള ഒരു സ്ഥലത്ത് ഒരു CCTV പോലും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേപ്പിയർ മ്യൂസിയം അടക്കമുള്ള സ്ഥലങ്ങളുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ CCTV പോലും ഇല്ലാത്ത ഒരു രീതിയിലേക്ക് പോകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണം തുടരുമ്പോഴും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പും ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പോലീസ് പറയുന്ന ഒരു കാര്യം ഇതാണ്: പോലീസ് CCTV സ്ഥാപിച്ചിട്ട് കാര്യമില്ല എന്നാണ്. സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോർപ്പറേഷൻ അടക്കമുള്ള അല്ലെങ്കിൽ സർക്കാർ അടക്കമുള്ള വകുപ്പുകൾ ഈ ഒരു CCTV സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് വീണ്ടും CCTV സ്ഥാപിച്ചിട്ട് കാര്യമില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം. പക്ഷേ നമുക്കറിയാം, സ്മാർട്ട് സിറ്റി പദ്ധതി നമ്മൾ കാണുന്ന പോലെ തന്നെ അത് ഇഴയുകയാണ്. ഇത്തരത്തിൽ CCTV സ്ഥാപിക്കാൻ പോലും കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മ്യൂസിയം പോലത്തെ ഒരു സ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ അത് പോലീസിന് വലിയൊരു തലവേദന ഉണ്ടാവുകയാണ്. എന്തായാലും പിങ്ക് പോലീസ് അടക്കമുള്ള സംവിധാനം ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. 24 മണിക്കൂർ നിരീക്ഷണം അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ആപ്പ് അത് സ്ത്രീകൾക്ക് കൂടുതൽ ഉപയോഗിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാഡോ പോലീസിന്റെയും ഒക്കെ തന്നെ ഇപ്പോൾ അവരുടെ സേവനവും ഇപ്പോൾ ലഭ്യമാക്കുന്ന തരത്തിലേക്കാണ് പോലീസിന്റെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വലിയ തോതിൽ പോലീസിന് ഇതൊരു തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ഗുണ്ടകളെ പിടിക്കുന്ന പോലെ തന്നെ സ്ത്രീ സുരക്ഷയുടെ പോലീസ് അത് വലിയ തോതിൽ നടപ്പാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. പക്ഷേ അതിൽ വലിയ വീഴ്ചകൾ തീർച്ചയായും. എന്തായാലും ഓപ്പറേഷൻ ആഗ് വളരെ നല്ല രീതിയിൽ പുരോഗമിക്കട്ടെ. ആപ്പ്, പിങ്ക് പോലീസ്, ഒരുപാട് പ്രഖ്യാപനങ്ങൾ, പദ്ധതികളൊക്കെയുണ്ട്. പക്ഷെ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിക്കുകയല്ല. പുതിയ ആപ്പിന്റെ കാര്യം പറയുന്നു. പിങ്ക് പോലീസ് എത്രയോ നാളായിട്ടുണ്ട്. പിങ്ക് പോലീസ് ഏറ്റവും കൂടുതൽ വാർത്തയിൽ വന്നത് ഒരു
കൊച്ചു കുഞ്ഞിനെ പിന്നെ മോഷ്ടാവാക്കിയതിന്റെ പേരിലാണ്. ആയിക്കോട്ടെ, പുതിയ നടപടികളെങ്കിലും ഫലം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വൈകിയ വേളയിലെങ്കിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടക്കട്ടെ, അത് ഫലത്തിലുണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദകുമാർ, നമ്മുടെ കാലാവസ്ഥ, സംസ്ഥാനത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് കൂടി പറയാതെ പോകാൻ കഴിയില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥ, സൂര്യൻ ഉദിച്ച് തെളിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് ചക്രവാളത്തില്. സമയം 7:27. എന്താണ് ഇനിയുള്ള ദിവസങ്ങളിലെ പ്രവചനം? ഇടയ്ക്കൊരു ന്യൂനമർദ്ദത്തിന്റെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അത് തീവ്ര ന്യൂനമർദ്ദമായെന്ന് പറഞ്ഞു. അതെ, അപ്പൊ മഴ ഓടി ഒളിച്ചോ? പ്രദീപ് ആര്യ, എന്തായാലും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഒരു തീവ്ര ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചത്. എന്തായാലും ആ ഒരു തീവ്ര ന്യൂനമർദ്ദം ഇപ്പോൾ മാറിയേക്കാണ്. അടുത്ത 2 ദിവസവും ഇന്നും എന്തായാലും മഴയുടെ ഒരു പ്രവചനവും ഇപ്പോൾ നൽകിയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മഴയുടെ ശമനം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മത്സ്യബന്ധനത്തിനടക്കമുള്ള വിലക്ക് നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു വിലക്കടക്കം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നുമില്ല. 2 ദിവസവും ഇനി മഴ ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആര്യ, തീർച്ചയായും എന്തായാലും നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയുടെ ഒരു ലാഞ്ചനകളുമില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇവിടെ അതുപോലെ തന്നെ പ്രഭാത സവാരിക്കാർ, വ്യായാമത്തിനായി നടക്കുന്നവരുടെ കാഴ്ച കാണുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആയി മാറിയിരിക്കുന്ന കാര്യവട്ടത്തെ, തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ഹൈവേയിലേക്കുള്ള, നാഷണൽ ഹൈവേയിലേക്കുള്ള ആ ഒരു പാതയിലൂടെ, 4 വരി പാതയിലൂടെ വിശാലമായി ട്രാഫിക് ഇല്ല, പുകപടലമില്ല, ബഹളമില്ലാതെ നടപ്പ് ആസ്വദിക്കുന്ന ഒട്ടേറെ പേർ നമ്മൾ പലപ്പോഴും തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു കായിക കേന്ദ്രമാണ്, രാജ്യാന്തര കായിക ഡെസ്റ്റിനേഷനാണ്. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇത് സർക്കാർ ഏറ്റെടുത്ത് KCAക്ക് കൈമാറണമെന്നും അങ്ങനെ വീണ്ടും രാജ്യാന്തര ക്രിക്കറ്റ് മത്സരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരണമെന്നും ക്രിക്കറ്റ് പ്രേമികൾ, പ്രത്യേകിച്ച് തലസ്ഥാനത്തെ ക്രിക്കറ്റ് പ്രേമികളും ക്രിക്കറ്റ് അസോസിയേഷനും ഒക്കെ ആവശ്യപ്പെടുന്നു. അതെങ്ങും എത്തിയിട്ടില്ല. എന്തായാലും ഈ പരിസരം ശാന്തമാണ്, ശുദ്ധമാണ്. പ്രഭാത സവാരിക്കിടങ്ങിയ നടപ്പുകാരാൽ സമ്പുഷ്ടമാണ്. നമുക്ക് കൊച്ചിയിലേക്ക് ഒന്ന് പോയി വരാം. ഡാനി പോൾ അവിടെയുണ്ട്, സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക്. ഹൈക്കോടതിയിലെ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയുടെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഡാനി പോൾ നൽകുന്നത്. ഡാനി, എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള സൈബി ജോസ് കിടങ്ങൂർ അദ്ദേഹം നൽകിയിട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണല്ലേ? തീർച്ചയായും, കാരണം ഇന്ന് അത് വളരെ നിർണായകമാണ് ഹൈക്കോടതിയിൽ ഇന്ന് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അത് സൈബി ജോസ് കിടങ്ങൂർ പറഞ്ഞിരിക്കുന്നത്, തനിക്കെതിരായ ഈ ആക്ഷേപങ്ങൾ, ഈ പരാതികൾ അത് കേസായി വന്നിരിക്കുന്നത് ഇത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമെടുത്ത ഒരു കേസാണ് എന്നാണ് അദ്ദേഹം ഇതിൽ ആരോപിച്ചിരിക്കുന്നത്. ഇത് FIR റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. കാരണം ഇതിന് മറ്റ് തെളിവുകളില്ല. ഇത് ഉയർന്നു വന്നിരിക്കുന്ന പശ്ചാത്തലമാണ് പരിശോധിക്കേണ്ടത്. തന്നെ അഭിഭാഷക അസോസിയേഷൻ്റെ ഭാരവാഹിയായി മത്സരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു പരാതി ഉയർന്നു വരുന്നത്. ഇതിന് ആനുപാതികമായി യാതൊരു തെളിവ് ശേഖരിക്കാനോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല. ജഡ്ജിമാർക്ക് കോഴ നൽകണമെന്ന പേരിൽ വൻതുക തൻ്റെ കക്ഷിക്കാരിൽ നിന്ന് കൈക്കൂലിയായി പറ്റി എന്നതാണ് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന പരാതി എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് മറ്റ് തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പരാതി പറഞ്ഞവരാരും തന്നെയും ഇതെല്ലാം തന്നെ ഒരു ആരോപണങ്ങൾ അല്ലെങ്കിൽ കേട്ടുകേൾവി, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നൽകിയ കാര്യങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസായിട്ട് ഇത് മാറിയിരിക്കുന്നത്. ഇത് അഴിമതി നിരോധന നിയമപ്രകാരവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം വഞ്ചനാക്കുറ്റവും എല്ലാം ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൈബിക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസ് മറ്റ് തെളിവുകൾ കാര്യങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ FIR തന്നെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നു. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് ഈ കേസ് പരിഗണിക്കുന്നത്. രാവിലെയോടുകൂടി തന്നെ ഈ കേസ് പരിഗണനയ്ക്ക് വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഉയർന്നിരിക്കുന്ന വിവാദങ്ങൾ വലിയ രീതിയിലുള്ളൊരു വിവാദങ്ങളിലേക്ക് നീങ്ങിയിരുന്നു. അതിൻ്റെ ഒരു നാൾവഴിയെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഹൈക്കോടതി നടത്തുന്ന പരാമർശങ്ങൾ പോലും അതീവ ശ്രദ്ധയുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ സമീപനം എന്താണ് എന്നതാണ് ഇക്കാര്യത്തിൽ അറിയേണ്ടത്. കേസ് ഇന്ന് രാവിലെ തന്നെ പരിഗണിക്കപ്പെടും.
ശരി, ഡാനി അഭിഭാഷകനാണ്, അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റാണ്, നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് എല്ലാ പഴുതുകളും അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആദ്യ നീക്കം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്, ആദ്യ കരുനീക്കം എന്ന് പറയാം. നിയമപരമായി ഇത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് FIR തന്നെ റദ്ദാക്കാനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ വെറും സാങ്കേതികത്വത്തിന്റെ പേരിൽ ഹൈക്കോടതി ഈ FIR ഉടനെ റദ്ദാക്കും എന്ന് കരുതുക പ്രയാസമാണ്. ഡാനി, ഇത് ഇങ്ങനെ ഒരു ഹർജിയുമായി വന്ന ഉടനെ FIR റദ്ദാക്കി അദ്ദേഹത്തെ അങ്ങ് വിട്ടയക്കും എന്ന് കരുതുക ശുദ്ധ ഭോഷ്കായിരിക്കില്ലേ? കാര്യം ഈ അന്വേഷണം ഉണ്ടായതും FIR രജിസ്റ്റർ ചെയ്തതും എല്ലാം ഹൈക്കോടതി തന്നെ, ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിമാർക്ക് കിട്ടിയ വിവരമനുസരിച്ച് ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച് ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഒരു പക്ഷേ പരസ്പരം കൺസൾട്ട് ചെയ്ത ശേഷം ഹൈക്കോടതി വിജിലൻസിന് അന്വേഷണം ഏൽപ്പിക്കുകയും തുടർന്നാണ് പോലീസിന് ഇത് കൈമാറാനും അന്വേഷണം ആവശ്യപ്പെടാനും തീരുമാനിച്ചത്, അല്ലേ ഡാനി? തീർച്ചയായും പ്രദീപ്, കാരണം ഇതിൻ്റെ ഒരു നാൾവഴികൾ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിയമപരമായ എല്ലാ സാധ്യതകളിലേക്കും അന്വേഷണം നടത്തിക്കൊണ്ട് ഹൈക്കോടതി സ്വന്തം നിലയിൽ വിജിലൻസ് രജിസ്ട്രാർ വഴി ഇതെല്ലാം തന്നെ സ്വീകരിക്കുകയും പിന്നീട് അതിൻ്റെ നിയമവശങ്ങൾ തേടുകയും അത് DGPക്ക് ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ടായി സമർപ്പിക്കുക, അങ്ങനെ ഇതിൻ്റെ ഒരു വളരെ അനുസൃതമായൊരു തുടർച്ചയുണ്ട്. ഇതിൻ്റെ എല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഇത് കേസെടുക്കാൻ തീരുമാനിക്കുന്നത്, FIRലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി തന്നെയാണ് നേരിട്ട് ഇതിൽ ഇടപെടുന്നത്, ജഡ്ജിമാർ തന്നെ നേരിട്ട് ഇടപെടുന്നത്. കാരണം ഇത് അവരെ കൂടി ഇരുട്ടിൽ നിർത്തുന്ന ഒരു ആരോപണമാണ്. അത് ഹൈക്കോടതിയുടെ തന്നെ സുതാര്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ആക്ഷേപമാണ് ഉയർന്നു വന്നത്. അതുകൊണ്ട് ഹൈക്കോടതിക്ക് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കണിശമായും അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാവൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെയാണ് ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ പരിഗണിക്കുമ്പോൾ തന്നെയും അത് കോഷ് ചെയ്യപ്പെടണമെന്നുള്ളൊരു അഭ്യർത്ഥന അത് ആ രീതിയിൽ പരിഗണിക്കപ്പെട്ടു പോകാൻ തന്നെ സാധ്യതയില്ല. അതുകൊണ്ട് ഹൈക്കോടതി ഇക്കാര്യത്തിൽ എടുക്കുന്ന എല്ലാ നിലപാടും പരാമർശങ്ങൾ പോലും വളരെ ശ്രദ്ധേയമായിരിക്കും, ഗുരുതരമായിരിക്കും. അതുകൊണ്ട് ഹൈക്കോടതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ആക്ഷേപമാണ്. അത് റദ്ദ് ചെയ്യണമെന്നൊരു അപേക്ഷ കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ കോടതി എടുക്കുന്ന സമീപനവും നിലപാടും എല്ലാം തന്നെയും അത് ശ്രദ്ധേയമായിരിക്കും. ഉടനെ അത് അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് സാധാരണഗതിയിൽ നമുക്ക് കരുതാനുമാവില്ല. ഡാനി പറഞ്ഞതുപോലെ തന്നെ വെറും സുതാര്യത മാത്രമല്ല, വിശ്വാസ്യത, ജനങ്ങൾക്ക് വിശ്വാസ്യത, നീതിന്യായ വ്യവസ്ഥയിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ അധികാര സ്ഥാനങ്ങളും കൈവിടുമ്പോൾ ജനങ്ങൾക്കുള്ള അവസാനത്തെ അത്താണി ആശ്രയമായ കോടതികളിൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസ്യതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം ആയതുകൊണ്ട് തന്നെ പൂർണ്ണ ഗൗരവത്തോടു കൂടി തന്നെ ഹൈക്കോടതി ഇത് കൈകാര്യം ചെയ്യും എന്ന് കരുതാം. ഇനി നമുക്ക് വനിതകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കണ്ടോ? അതെ, കൊല്ലത്ത് നിന്നാണ് ഈ വാർത്ത വരുന്നത്. 1000 രൂപയ്ക്ക് ഒരു മാസം താമസിക്കാൻ പറ്റുന്ന ഒരു ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അവിശ്വസനീയമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ. വനിതകൾക്ക് മാത്രമായി ഇത്തരത്തിലൊരു ഹോസ്റ്റലുണ്ട്. ഒരു മാസം 1000 രൂപ മാത്രമേ ഇവിടെ ഫീസ് ഉള്ളൂ. കൊല്ലം ആശ്രാമത്താണ് ഈ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പാണ് ഈ ഇനിഷ്യേറ്റീവിന് പിന്നിൽ. ഗവൺമെന്റ് റെസ്റ്റ് ഹൗസുകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ നവീകരിച്ച് ഒരു ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് ഹോട്ടൽ മുറിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയതിന് പിന്നാലെയാണ് ഈ PWD ഇത്തരം ഒരു ഇനിഷ്യേറ്റീവുമായി വരുന്നത്. ഇനി ഒരു ദിവസം മാത്രമേ തങ്ങേണ്ടതുള്ളെങ്കിൽ 250 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. മാത്രവുമല്ല, കുടുംബശ്രീയുടെ സ്വാദിഷ്ടമായ ഭക്ഷണം കൂടി ഇവിടെ നിന്ന് കഴിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. എന്തായാലും ആ ഹോസ്റ്റലിന്റെ വിശേഷം കണ്ടുവരാം. കൊല്ലം കണ്ടവനല്ല, കൊല്ലം കണ്ടവൾക്ക് ഇനി ഇല്ലം വേണ്ടെന്ന് തറപ്പിച്ചു പറയാം. ഈ സൗകര്യങ്ങൾ കണ്ടാൽ ആരും അങ്ങനെ പറഞ്ഞു പോകും. നല്ല വൃത്തിയുള്ള മുറി, കട്ടിൽ, ബെഡ്, പുത്തൻ തലയണകൾ, കിടക്കവിരികൾ, ഒപ്പം മേശയും 2 കസേരയും. ഇത്രയും മികച്ച സൗകര്യങ്ങൾക്ക് ഒരു മാസം മുടക്കേണ്ടത് ബെഡൊന്നിന് 1000 രൂപ മാത്രം. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണിത്. അതുപോലെ കൊല്ലം ജില്ലയിൽ വന്നുപെടുന്ന സ്ത്രീകൾക്ക്, രാത്രികാലങ്ങളിൽ വരുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം, അതുപോലെ സുരക്ഷിതത്തോടും കൂടി താമസിക്കാനുള്ള സൗകര്യമാണ് ഈ വർക്ക് വിമൻസ് ഹോസ്റ്റലിൽ നൽകുന്നത്. 3 നിലകളിലായി 83 മുറികളുണ്ട്. ഒരു മുറിയിൽ 2 കിടക്ക വീതം, ലൈബ്രറി, പ്രാർത്ഥനാമുറി, യോഗ ഹാൾ എന്നിവയുമുണ്ട്. കുടുംബശ്രീ വഴി തുച്ഛമായ നിരക്കിൽ ഭക്ഷണവും ഒരുക്കി നൽകും. 2019 നിർമ്മാണം പൂർത്തിയായെങ്കിലും കോവിഡ് മൂലം പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം
മന്ത്രി മുഹമ്മദ് റിയാസ് ഹോസ്റ്റലിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വാർഡനും 4 അസിസ്റ്റന്റ് വാർഡന്മാരുമടക്കം 7 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ന്യൂസ് 18 കൊല്ലം. കാര്യവട്ടത്ത് നിന്ന് നമ്മുടെ പ്രഭാത കേരളം തുടരുകയാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ മുമ്പിൽ നിന്ന് ആരംഭിച്ച് നമ്മളിങ്ങനെ നടന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്കുള്ള ആ പാതയിലാണ് ഇപ്പോഴുള്ളത്. നമ്മൾ പല ഫ്രെയിംസിൽ കണ്ടു, ഇതിനിടെ പലവട്ടം നമ്മുടെ ക്യാമറയിലൂടെ കണ്ടതാണ്. രാവിലെ നല്ല റോഡാണ്. അതെ അതെ, പ്രഭാത സവാരിക്ക് പറ്റിയ ഒരു ഇടമാണ്. വളരെ ശാന്തസുന്ദരമാണ്. 4 ട്രാക്കും വിശാലമായ ഫുട്പാത്തുമുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തി ഒട്ടേറെ പേർ പ്രഭാത സവാരിക്കായി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദേശീയ വാർത്തകളിലേക്കൊക്കെ പോകാം. അതിനിടയ്ക്ക് 1-2 രസകരമായ കമന്റ്സ് വന്നിട്ടുണ്ട്. രസകരം എന്ന് മാത്രം പറഞ്ഞുകൂടാ, നമ്മൾ ആദ്യം ചർച്ച ചെയ്ത കാര്യമാണ് എന്തുകൊണ്ട് ഈ കുട്ടിയെ വിൽക്കേണ്ടി വന്നു എന്ന്. അൽഫോൻസ് ആന്റണിയുടെ ഒരു കമന്റ് ആണുള്ളത്. പ്ലീസ് ലെറ്റ് ദ ചൈൽഡ് ലിവ് ഹാപ്പിലി വിത്ത് ദ അഡോപ്റ്റഡ് പേഴ്സൺസ് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് മർഡേർഡ് ബൈ ഇറ്റ്സ് പേരൻസ്. ഒരു സാധ്യതയാണ് ഉള്ളത്. പക്ഷേ അൽഫോൻസ് നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം. കാര്യം ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങാനോ ദത്തെടുക്കാനോ നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായ കാര്യം അത് അതിലും വലിയ ക്രമക്കേടുകളിലേക്കും റാക്കറ്റുകളിലേക്കും ഒക്കെ നയിക്കും. അതുകൊണ്ട് തന്നെ നിയമത്തിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടെങ്കിൽ, ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. പിന്നാലെ ആന്റണി എന്നൊരാളുടെ കമന്റ്. ആന്റണി യഥാർത്ഥ പേരാണെങ്കിൽ അദ്ദേഹത്തിന്റെ കമന്റ് വളരെ രസകരമാണ്. അവതാരകനെ കുറിച്ചാണ്. ആത്മപ്രശംസ ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാനെ കാണാത്തതിൽ അദ്ദേഹം വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. കാണാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗവർണറെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ വീണ്ടും ആരിഫ് മുഹമ്മദ് ഖാനുമായി ന്യൂസ് 18 കേരളം എത്തും. ഇപ്പോൾ എന്തായാലും നാഷണൽ ഡെസ്കിലേക്ക് പോകാം അല്ലേ? അവിടെ രാഗേഷ് തയ്യാറായി നിൽക്കുകയാണ് വാർത്തകളുമായി. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് രാഗേഷ്. ഗുഡ് മോർണിംഗ് പ്രദീപ് ആര്യ. രാഗേഷ്, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ദേശീയ തലത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത്. ഒന്ന്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കർണാടകയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ്. തുമകുരുവിൽ HALന്റെ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ അദാനി വിഷയവുമായി ബന്ധപ്പെട്ട സഭ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കർണാടകത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും എത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 3ാമത്തെ സന്ദർശനമാണ് മോദിയുടേത്. ഇതുൾപ്പെടെ ഉള്ള പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഒപ്പം തന്നെ അദാനി വിഷയം ഇന്ന് പാർലമെന്റിൽ വലിയ പ്രക്ഷുബ്ധമാകും. ഒപ്പം തന്നെ പാർലമെന്റിന് പുറത്തും കോൺഗ്രസ് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ത്രിപുര, മേഘാലയ ഒപ്പം തന്നെ നാഗാലാൻഡിന്റെ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തായി പ്രഖ്യാപിക്കാനിരിക്കുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതായത് ഏപ്രിൽ മാസം പകുതിയോടുകൂടി കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടാകും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം ജനുവരിയിൽ 2 തവണ കർണാടകത്തിൽ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഫെബ്രുവരിയിൽ ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി കർണാടകത്തിൽ എത്തുകയാണ്. ഇന്ന് 8:30യോടുകൂടി പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് കർണാടകത്തിലേക്ക് തിരിക്കും. 11 മണിയോടുകൂടി ബംഗളൂരുവിൽ എത്തുകയും ചെയ്യും. ബംഗളൂരുവിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം ഉച്ചയോടുകൂടിയാണ് തുമക്കുരുവിൽ പ്രധാനമന്ത്രി എത്തുക. HALന്റെ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുക എന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം. കാരണം 615 ഏക്കറിലായി പരന്നു കിടക്കുന്നതാണ് HALന്റെ നിർമ്മാണ യൂണിറ്റ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റുകളിൽ ഒന്നാണ് എന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. കാരണം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിന് ആവശ്യമായ എല്ലാ ഹെലികോപ്റ്ററും നിർമ്മിക്കാൻ ആവശ്യമായ ഒരു കേന്ദ്രം, ഒറ്റ കേന്ദ്രത്തിന് കീഴിൽ ഇതെല്ലാം നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുക എന്നതുകൂടിയാണ് തുമക്കുരുവിലെ ഈ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റിലൂടെ ഏതായാലും കേന്ദ്രം ലക്ഷ്യം വയ്ക്കുന്നത്. 2016-ൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് HAL യൂണിറ്റിന് തറക്കല്ലിടുന്നത്. ഏതായാലും 6 വർഷം കൊണ്ട് ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു. ഏതായാലും ആദ്യഘട്ടത്തിൽ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളാണ് ഇവിടെ നിർമ്മിക്കുക. പ്രതിവർഷം 30 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. പിന്നീട് ഇത് വർഷം 60 അല്ലെങ്കിൽ പിന്നീട് 90 ഇത് ഉയർത്താൻ കഴിയുമെന്നും ഏതായാലും മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്യുന്നു.
തുമുക്കുരുവിൽ തന്നെയാണ് പ്രധാനമന്ത്രിക്ക് മറ്റു പരിപാടികളുള്ളത്. 2 കുടിവെള്ള പദ്ധതികൾ HALലെ ഉദ്ഘാടനത്തിന് ശേഷം 2 കുടിവെള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒന്ന് തിപ്തൂരിലും ഒപ്പം തന്നെ ചിക്കനായകനഹള്ളിയിലുമാണ് ഈ 2 കുടിവെള്ള പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം ബജറ്റിൽ ജലസേചന പദ്ധതികൾക്കായി കർണാടകത്തിന് വലിയ തുക കേന്ദ്രം വകയിരുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 കുടിവെള്ള പദ്ധതിയുടെ തറക്കല്ലിടൽ ചടങ്ങ് കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ തുമുക്കുരുവിൽ ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാടക തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിൽ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ അദാനി വിഷയം ഇന്ന് പാർലമെന്റിലെ പ്രക്ഷുബ്ധമാകും. സ്വാഭാവികമായും ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് 2 സഭകളിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നോട്ടീസ് നൽകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ സർക്കാർ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാകില്ല. കാരണം സർക്കാർ പറയാൻ പോകുന്നത് ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അദാനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതിനുള്ള നിലപാടായിരിക്കും സ്വാഭാവികമായും സർക്കാർ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ സഭാ നടപടികൾ വലിയ രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് വഴിവെക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും സഭയ്ക്ക് പുറത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി LIC കേന്ദ്രങ്ങൾക്കും ഒപ്പം തന്നെ SBI ഓഫീസുകൾക്ക് മുന്നിലാണ് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കുന്നത്. പ്രദീപ് ആര്യ. ആ സ്ഥിരമായ ചില ഫോർമുലകൾ, ചില ധാരണകളൊക്കെ കേരളത്തിലെ പ്രേക്ഷകർ തിരുത്തി എഴുതുന്നൊരു കാലമാണ്. അപ്പൊ താരമൂല്യം അല്ലെങ്കിൽ ബിഗ് ബജറ്റ് അതൊന്നും വേണമെന്നില്ല. നല്ല സിനിമയാണോ, കലാമൂല്യം ഉള്ളതാണോ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥയാണോ, വിനോദം ഉണ്ടോ, ജനം കേറും കാണും. തീർച്ചയായും. എന്തായാലും രേഖയും അത്തരത്തിൽ നല്ലൊരു വിജയം ഉണ്ടാവട്ടെ രേഖയ്ക്കും എന്ന് നമ്മൾ ആശംസിക്കുകയാണല്ലേ. എന്തായാലും ഇനി നമ്മൾ പ്രഭാത കേരളത്തിൽ നമ്മുടെ സ്ഥിരം ഒരു പങ്ക്തിയാണ് പത്രവിശേഷങ്ങൾ അല്ലേ. ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഭരത് ചേരുകയാണ്. വെരി ഗുഡ് മോർണിംഗ് മനു. എന്തൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിൽ പ്രാധാന്യത്തോടെ വന്നിരിക്കുന്ന വാർത്തകൾ? ഗുഡ് മോർണിംഗ് പ്രദീപ്, ഗുഡ് മോർണിംഗ് ആര്യ. ഇന്ന് നിരവധി വൈവിധ്യമായ വിഷയങ്ങളാണ് പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. മുഷാറഫിൻ്റെ മരണവാർത്ത പ്രാധാന്യത്തോടുകൂടി പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ ചൈനീസ് ചാര ബലൂൺ വരെ നീളുന്ന വാർത്താ വിവരണങ്ങൾ പത്രങ്ങളിൽ ഉണ്ട്. ഏതായാലും പത്രം 18 അത് വിശദമായി പരിശോധിക്കും. പത്രം 18ലേക്ക് സ്വാഗതം. വിലക്കയറ്റത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ അങ്ങനെ സംസ്ഥാനത്ത് നീളുകയാണ്. ഏതായാലും അത് തുടരുന്നതിനിടയിലാണ് മലയാള മനോരമ ഇന്ന് അവരുടെ 1-ാം പേജിൽ വെള്ളത്തിന് വില കൂടിയിരിക്കുന്നു എന്ന വാർത്ത നൽകുന്നത്. ഈ ബജറ്റ് ദിനത്തിൽ തന്നെ പ്രഖ്യാപനമില്ലാതെ ഉത്തരവ് വന്നിരിക്കുന്നു എന്നാണ്. നേരത്തെ ഈ വാർത്ത വന്നിരുന്നു, വെള്ളത്തിന് വില കൂടും എന്നത്. ഏതായാലും ഏപ്രിൽ മുതൽ എന്ന് കരുതിയിരുന്ന നികുതി വർധന വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിലായി എന്നാണ് മലയാള മനോരമ വാർത്ത നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു കാർട്ടൂൺ അതിൻ്റെ സൈഡിൽ മനോരമ നൽകിയിട്ടുണ്ട്. കറണ്ടിനും മദ്യത്തിനും വില കൂടും എന്ന് ആളുകൾ വായിക്കുന്നു. അപ്പോൾ അത് സാധാരണക്കാരൻ കേട്ട് നിൽക്കുന്നു. പെട്രോൾ ഡീസൽ സെസ് വരുന്നതോടെ മൊത്തം വില കയറും എന്ന് പറയുമ്പോൾ ആ സാധാരണക്കാരൻ മയങ്ങി വീഴുകയും അല്പം വെള്ളം തെളിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം അധികം തെളിക്കേണ്ട, അതിനും വില കൂടുതലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഒരു കാർട്ടൂൺ വളരെ മനോഹരമായി മനോരമ 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഈ മെഡിക്കൽ കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചുള്ള വിവാദം ഇപ്പോഴും വാർത്തകളിൽ നിറയുകയാണ്. മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകിയിരിക്കുന്നു. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് എന്നത് ഇപ്പോൾ ഈ അനധികൃതമായി കുട്ടിയെ ദത്തെടുക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കച്ചവടത്തിലേക്കൊക്കെ നീങ്ങുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ മലയാള മനോരമ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. എല്ലാം സൂപ്രണ്ട് അറിഞ്ഞാണ് ഈ ചെയ്തതെന്ന് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് അനിൽകുമാർ പറയുന്നു. എന്നാൽ അതേസമയം അനിൽകുമാർ സ്ഥിരം ക്രിമിനലാണെന്നും ഒട്ടേറെ ക്രിമിനൽ നടപടികൾ ചെയ്തിട്ടുള്ള ആളാണെന്നും വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയത് അദ്ദേഹം ആണെന്നും ഒക്കെ മെഡിക്കൽ സൂപ്രണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കം നീളുകയാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇതിൽ കാര്യമായ ക്രമക്കേട് നടന്നിരിക്കുന്നു. ഏതായാലും നടന്നത് ഗുരുതരമായ തെറ്റാണ് എന്ന് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ട് എന്നും വീണ ജോർജ് പറയുന്നു. നടപടി ഉണ്ടാകും എന്നാണ് മന്ത്രി ഓർമ്മിപ്പിക്കുന്നത്. പർവേസ് മുഷാറഫിൻ്റെ മരണവാർത്ത മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ മുൻ പ്രസിഡൻറ്റിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ദുബായിൽ നിന്ന്
പാകിസ്ഥാനിൽ എത്തിക്കും, പിന്നീടുള്ള സംസ്കാര ചടങ്ങുകളുണ്ടാകും തുടങ്ങിയ വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി മനോരമ നൽകിയിട്ടുള്ളത്. മനോരമയിലെ ഇന്നത്തെ ഒരു ഒന്നാം പേജിലുള്ള ഒരു പടം വളരെ വിദിതമാണ്. ആനപ്പേടിയിൽ ഒരു കുടുംബം വീടിൻ്റെ മുകളിൽ താമസിക്കുകയാണ്. വീട് അവർക്കുണ്ട്, പക്ഷേ അവിടെ താമസിക്കാൻ അവർ ഭയക്കുന്നു. കാരണം ഈ രാത്രി ഏത് നിമിഷവും ആന വരെ, അതുകൊണ്ട് രാവിലെ വരെ ഒരു ടെൻ്റൊക്കെ കെട്ടി വീടിന് മുകളിൽ താമസിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വന്യമൃഗശല്യം വളരെ രൂക്ഷമായി നമ്മുടെ നാടിനെ ബാധിക്കുന്നുവെന്നാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്. മലയാള മനോരമയിൽ ഉള്ളിൽ ആർ പ്രസന്നൻ്റെ മനോഹരമായൊരു ലേഖനം ഉണ്ട്. അത് ഈ മുഷാറഫിനെ സംബന്ധിച്ച്, ഈ മുഷറഫ് എങ്ങനെയാണ് ഇന്ത്യയുമായി അദ്ദേഹത്തിൻ്റെ ബന്ധം ഏത് തരത്തിലായിരുന്നു, ആഗ്ര സമ്മിറ്റിൽ വന്നപ്പോൾ അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയിക്ക് ഹസ്തദാനം നൽകുന്നതിൻ്റെ ഒരു പടസഹിതമാണ് ഈ വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു കൗതുകകരമായൊരു വിഷയവും ചേർത്തിരിക്കുന്നു. കാരണം ഈ മുഷറഫ് ജനിച്ചത് ഇന്ത്യയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് അന്ന് കൊടുത്തിരുന്നു. 1943 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം 60 വർഷങ്ങൾക്ക് ശേഷം 2005 അദ്ദേഹത്തിന് മൻമോഹൻ സിംഗാണ് ഇവിടെ നിന്നുള്ള ജനന സർട്ടിഫിക്കറ്റ് നൽകിയത് എന്ന ആ കൗതുകകരമായ വിവരം കൂടി ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. മലയാള മനോരമ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത, ഇന്ധന സെസ്സിൽ കിട്ടാവുന്നത് 750 കോടി, IGSTയിൽ കളയുന്നത് 500 കോടി എന്നൊരു വാർത്തയാണ്. ഈ IGST കൃത്യമായി അതിൻ്റെ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ ഭാഗമായി 5000 കോടി രൂപയാണ് നഷ്ടമായിരിക്കുന്നത് എന്ന് പറയുന്നു മലയാള മനോരമയുടെ വാർത്ത. ഇത് എക്സ്പെൻഡിച്ചർ റിവ്യൂ റിപ്പോർട്ടിലാണ് ഈ വിവരം ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ഏതാണ്ട് 25,000 കോടി രൂപയോളം ആണ് നമുക്ക് ഈ തരത്തിൽ നഷ്ടമായിരിക്കുന്നത്. 750 കോടി രൂപ ആണ് നമുക്ക് ആകെ ഇന്ധനം വില വർദ്ധിപ്പിച്ചാൽ ഈ സെസ് വഴി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങ് ആണ് ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്നത് മലയാള മനോരമ ഓർമ്മിപ്പിക്കുന്നു. സമാനമായൊരു രീതിയിലുള്ളൊരു വാർത്ത മാതൃഭൂമിയും ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. അതായത് കേരളത്തിലെ ഈ കോളേജ് അധ്യാപകരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അധിക ബാധ്യതകൾ സംസ്ഥാനത്തിന് വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം 50% നൽകേണ്ടത് കേന്ദ്ര സർക്കാരായിരുന്നു. അപ്പോൾ 750 കോടി രൂപ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ടത് നമ്മളുടെ സംസ്ഥാനം കൃത്യമായി പ്രപ്പോസലുകൾ അയക്കാത്തതിനെ തുടർന്ന് നമുക്ക് നഷ്ടമായി. അപ്പോൾ 750 കോടി രൂപയാണ് സംസ്ഥാനത്തിന് ഈ ഇനത്തിൽ നഷ്ടമായിരിക്കുന്നത്. ഇതിലൊരു കൗതുകകരമായ കാര്യം, തുടരെ കേന്ദ്രം ഈ പ്രപ്പോസൽ അയച്ചില്ല എന്ന് കേരളത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, ഇതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതിയും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നത്. എന്നിട്ട് കേന്ദ്രം ഈ കുടിശ്ശിക നൽകിയില്ല എന്ന ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു എന്നതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഇതിനെതിരെ അധ്യാപക സംഘടനകളൊക്കെ രംഗത്ത് ഈ നടപടിക്കെതിരെ വന്നിട്ടുണ്ട്. മറ്റൊന്ന് ഈ കൂടത്തായിയെ സംബന്ധിച്ചുള്ള കൂടത്തായി കൊലക്കേസിനെ സംബന്ധിച്ചുള്ള ഒരു വിവരമാണ്. അവിടെ ഈ മൃതദേഹങ്ങൾ വളരെ വിദഗ്ധമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഈ സയനൈഡിൻ്റെ അംശം ഇല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒരുപക്ഷെ ഈ കാലപ്പഴക്കം കൊണ്ട് മൃതദേഹത്തിൽ ഇത് കണ്ടെത്താൻ കഴിയാത്തതായിരിക്കും അതിൻ്റെ ഒരു കാരണം. ഏതായാലും അത് കേസിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ഈ കേസിലെ പ്രതിയായ ജോളിയുടെ ഭർത്താവിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ബന്ധുവായ മഞ്ചാടി മാത്യു, രണ്ടാം ഭർത്താവിൻ്റെ മകൾ അൽഫൈൻ എന്നിവരുടെ ശരീരങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. പിന്നീട് ഇത് കാലപ്പഴക്കം കൊണ്ടായിരിക്കാം ഇതിൽ കണ്ടെത്തിയിട്ടില്ല, സയനൈഡിൻ്റെ അംശം കണ്ടെത്തിയിട്ടില്ല. അതെന്തായാലും കേസിനെ ബാധിക്കില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ KG സൈമൺ, അന്നത്തെ ഈ കേസ് അന്വേഷിച്ച അവിടുത്തെ SP ആയ KG സൈമൺ വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ദേശാഭിമാനി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നടപടിയെ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് 2562 ഗുണ്ടകൾ അറസ്റ്റിലായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ 2562 ഗുണ്ടകൾ കാലങ്ങളായി ഇവിടെ ഉണ്ടായിരുന്നു എന്നത് നമ്മൾ വളരെ വിദിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എത്രയോ കേസുകളിൽ പിടികിട്ട പുള്ളികളൊക്കെയാണ് പലയിടങ്ങളിൽ പിടികൂടിയിട്ടുള്ളത്. കാപ്പ തടവുകാരുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ റൂറലിൽ മാത്രം 217 ഗുണ്ടകളാണ് വിലസിയിരുന്നത്. ഏതായാലും അവരെയൊക്കെ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ, ശനിയാഴ്ച രാത്രി തൊട്ട് ഞായറാഴ്ച രാവിലെ വരെ നടത്തിയ റെയ്ഡിൽ എല്ലാവരെയും പിടികൂടിയിരിക്കുന്നു. ഏതായാലും പോലീസിനെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളകൗമുദിയിൽ ഒരു മനോഹരമായ പടം ഉണ്ട്. അത് തിരുവനന്തപുരത്ത് വ്യോമസേനയുടെ ടീം നടത്തിയ പ്രകടനം, ഈ സൂര്യകിരൺ ടീമിൻ്റെ പ്രകടനമാണ്. ഈ എയറോബാറ്റിക് പ്രകടനം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം അത്ര വലിയൊരു വിസ്മയമാണ് നമ്മൾ ആകാശത്ത് കണ്ടത്. മഴവില്ല് തീർത്തു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ നമ്മുടെ വ്യോമസേന എത്ര കരുത്തുറ്റ് അവരുടെ
ആ ഒരു മികവ് എത്രയാണ് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു ആ പ്രകടനം. അതിലെ മനോഹരമായൊരു പടം KP വിഷ്ണുപ്രസാദിൻ്റെതാണ്, കേരള കൗമുദിയിൽ നൽകിയിരിക്കുന്നു. മിന്നൽ മുഖാമുഖം എന്നതാണ്. വിമാനങ്ങൾ എത്ര അടുത്താണ് പോകുന്നതെന്ന് ചിത്രത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. കേരള കൗമുദിയുടെ മറ്റൊരു വാർത്ത ഈ ഡോക്ടർമാരില്ലാതെ മെഡിക്കൽ കോളേജ് പ്രതിസന്ധിയിലേക്ക് എന്നതാണ്. അതിൽ ഈ രോഗികളെ ചികിത്സിക്കുന്ന കാര്യത്തിൽ ഡോക്ടർമാരുടെ ഒരു കുറവ് മെഡിക്കൽ കോളേജുകളിലുണ്ട് എന്ന് കേരള കൗമുദി വ്യക്തമാക്കുന്നു. ഇപ്പം 344 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇത് ഡോക്ടർ രോഗി അനുപാതം തെറ്റിക്കുന്നതിന് വഴിവെക്കും എന്നതാണ് ശരി. നിലവിൽ തന്നെ 303 ഒഴിവുകൾ ഉണ്ട്. ഇതുകൂടാതെ 41 ഡോക്ടർമാർ വിരമിക്കാൻ പോവുകയുമാണ്. അപ്പോൾ അത് 344 ഒഴിവുകളിലേക്ക് നീങ്ങും. അത് നിയമനം നീണ്ടുപോകുന്നതിൻ്റെ കാരണം ചില പ്രൊമോഷനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും മറ്റുമാണ് എന്ന് കേരള കൗമുദി വ്യക്തമാക്കുന്നു. കൗമുദിയിലെ മറ്റൊരു മനോഹരമായൊരു പടം ഉണ്ട്. അത് നിശാന്ത് ആലുക്കാടിൻ്റെതാണ്. അത് ശശി തരൂർ ടെന്നീസ് കളിക്കുന്നതാണ്. ഒരു മാസ്റ്റേഴ്സ് ടെന്നീസ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ശശി തരൂർ ടെന്നീസ് കളിക്കുന്നതിൻ്റെ മനോഹരമായൊരു ദൃശ്യം. പല രാഷ്ട്രീയ കളികൾക്കിടയിൽ അദ്ദേഹം ടെന്നീസ് കളിക്കാനും സമയം കണ്ടെത്തുന്നുവെന്നത് ഈ ചിത്രം വ്യക്തമാക്കുന്നു. പുറകിൽ നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജുവും ഉണ്ട്. BJPയും CPMും പ്രചാരണവുമായി രംഗത്ത് എന്ന വാർത്ത നൽകിയിരിക്കുന്നു കേരള കൗമുദി. നമ്മുടെ ത്രിപുരയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ഈ വാർത്ത. ഏതായാലും ത്രിപുരയിൽ നാളെ അമിത്ഷായുടെ റോഡ് ഷോയും ഉണ്ട്. അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടാണ് ഈ വാർത്ത. ഈ ചൈനീസ് ആപ്പുകളുടെ നിരോധനമാണ് ജനയുഗം വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. അത് നമ്മുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ നിരോധനം എന്ന് ജനയുഗവും പറയുന്നു. ഹിന്ദു വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയത് ഈ ചൈനീസ് ചാര ബലൂണിനെ അമേരിക്ക വെടിവെച്ചിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. അത് ഒരു കടന്നുകയറ്റം, തങ്ങളുടെ പരമാധികാരത്തിന് മുകളിൽ ഒരു കടന്നുകയറ്റമായാണ് അമേരിക്ക കണക്കാക്കുന്നത്. അതേസമയം ചൈന അത് ഒരു സാധാരണ സംഭവം, തങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ അത്തരം ഒരു ചാര നീക്കമൊന്നും ഉണ്ടായിട്ടില്ല എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുന്നു. എന്നാൽ അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരം ദ ഹിന്ദു നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത ട്രാൻസ്ജെൻഡേഴ്സ് മാരേജിന് സംബന്ധിച്ച വിവാഹത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ വിവാഹത്തിൽ സംസ്ഥാനം ചില നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്ന് കൊച്ചിയിൽ നിന്ന് KS സുധി നൽകുന്നു. അത് നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ട്രാൻസ്ജെൻഡറുകളുടെ വിവാഹം വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് അനുകൂലമായി നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് സംസ്ഥാന സർക്കാർ ആ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് ദ ഹിന്ദു വ്യക്തമാക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ വാക്കുകളാണ്. അദാനി ഗിവൺ നോ ഫേവർ, ഒപ്പോസിഷൻ ഇസ് ബീയിങ് ഹിപ്പോക്രറ്റിക്കൽ എന്നാണ് അവരുടെ പരാമർശം. അതായത് അദാനിക്ക് പ്രത്യേകമായി ഒരു ആനുകൂല്യവും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല, കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. അതോടൊപ്പം തന്നെ കർശനമായ നടപടികളും ഉണ്ടാകും എന്ന ഉറപ്പാണ്, മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും എന്ന ഉറപ്പാണ് ധനമന്ത്രി നൽകുന്നത്. അതാണ് ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടു കൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ഉൾപേജിൽ ഈ വിജിലൻസ് കേസുകൾ ഏതാണ്ട് 2016 പേര് സർക്കാർ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ 6 വർഷത്തിൽ ശിക്ഷിച്ചിരിക്കുന്നെന്നും 1000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥർ വിജിലൻസ് നടപടികൾ നേരിടുന്നതായും ദ ടൈംസ് ഓഫ് ഇന്ത്യ വ്യക്തമാക്കുന്നു. ഏതായാലും അഴിമതി നമ്മുടെ സംസ്ഥാനത്ത് കുറയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ പത്രങ്ങളിലുള്ളത്. എന്നാൽ അല്ലാത്ത വാർത്തകൾ നിരവധിയുണ്ട്. അത് നമുക്ക് കൂടുതൽ കേൾക്കേണ്ടതുണ്ട്. പ്രദീപിലേക്കും ആര്യയിലേക്കും മടങ്ങാം. താങ്ക് യു പ്രദീപ് ആൻഡ് ആര്യ. താങ്ക് യു മനു, ഭരത്. എന്തായാലും അങ്ങനെയാണ് ഓരോ വാർത്തകളെയും പത്രങ്ങൾ ഇന്ന് സമീപിച്ചിട്ടുള്ളത്. സമയം 8:12. തെളിഞ്ഞ കാലാവസ്ഥ, നേരത്തെ പറഞ്ഞിരുന്ന തീവ്ര ന്യൂനമർദ്ദമൊക്കെ ഒളിച്ചിരിക്കുകയാണ്. കാര്യവട്ടത്താണ് ഞങ്ങളുള്ളത്. കാര്യവട്ടം ഹൈവേയിൽ നിന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്കുള്ള വഴിയാണ്, 4 വരി പാതയാണ്. ഇവിടെ പ്രഭാത സവാരിക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഓഫീസ് ടൈം തിരക്കുകളിലേക്ക് പുതിയൊരാഴ്ചയുടെ തുടക്കമാണ്. എന്തായാലും നമുക്കിപ്പോൾ ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട് പ്രഭാത കേരളത്തിൽ. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വരുമ്പോൾ ആലപ്പുഴയിലെ ലഹരി കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്തയാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇടവേള. പ്രഭാത കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ പരിസരത്താണ്. ഹൈവേയിൽ നിന്ന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ ഞങ്ങൾ
അടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ഹബ്ബുണ്ട്. പുലർച്ചെ മുതൽ നമ്മൾ കാണുന്ന കാഴ്ച പ്രഭാത സവാരിക്കാരുടേതായിരുന്നു. വളരെ അപൂർവമായിട്ടാണ് വാഹന ഗതാഗതം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. എല്ലാവരും ഓഫീസിൽ പോകാനും സ്കൂളിൽ പോകാനും ഒക്കെയുള്ള തിരക്കിലേക്ക് മാറി കഴിഞ്ഞിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:15 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ ശരണ്യ സ്നേഹജൻ ഒരു സുപ്രധാനമായ രാഷ്ട്രീയ റിപ്പോർട്ടുമായി തയ്യാറായിട്ടുണ്ട്. അതെ, ആലപ്പുഴയിലെ CPM-ലെ വളരെ വലിയ തലവേദനയായ വിഷയമാണ് ലഹരിക്കടത്ത് കേസ്. അതിൽ ആരോപണ വിധേയനായിട്ടുള്ള ഷാനവാസിന് അനുകൂലമായിട്ടാണ് പോലീസ് റിപ്പോർട്ട് എന്നുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രചാരണത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈത്ര തെരേസ ജോൺ പറയുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നും പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും പരാതികളിൽ അന്വേഷണം തുടരുകയാണെന്നുമാണ് SP പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ടു നിങ്ങളുടെ റിപ്പോർട്ട്, പക്ഷെ അങ്ങനെ റിപ്പോർട്ടൊന്നും തന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിപ്പോർട്ട് തള്ളി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ കണ്ടു, പക്ഷെ അത് രണ്ടും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പം ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, തുടക്കം മുതൽ തന്നെ ഈ കേസ് മാത്രമല്ല, ഈ കേസിനെ തുടർന്നുണ്ടായ വിവാദങ്ങളാണ് കൂടുതൽ വാർത്തയിൽ ഇടം പിടിച്ചത്. ശരണ്യ, തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ ഒന്ന് ജില്ലാ നേതൃത്വവും അവിടെ നിന്നുള്ള മന്ത്രിയും പ്രധാന നേതാവുമായ സജി ചെറിയാനും തമ്മിലുള്ള നിലപാടുകളിലെ വ്യത്യാസം അല്ലെങ്കിൽ അഭിപ്രായങ്ങളിലെ വ്യത്യാസം. ഈ ആരോപണ വിധേയന് ക്ലീൻ ചിറ്റ് നൽകി മന്ത്രി പ്രസ്താവന ഇറക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ, ജില്ലാ സെക്രട്ടറിയുടെ തന്നെ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന വന്നതല്ല, അഭിപ്രായം വന്നത്. അങ്ങനെ ഒരു ക്ലീൻ ചിറ്റും കൊടുത്തിട്ടില്ല എന്നും പാർട്ടി തലത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് എന്നുള്ള വന്നു. ഇപ്പോൾ ഒടുവിൽ വന്നിരുന്ന സൂചനകൾ എന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന CPM നേതാവിനെതിരെ അല്ലെങ്കിൽ നടപടി നേരിട്ട CPM നേതാവിന് എതിരെ അല്ല, അനുകൂലമാണ് റിപ്പോർട്ട് എന്നുള്ളത്. പക്ഷെ അത് നിഷേധിക്കുകയാണ് അല്ലേ ജില്ലാ പോലീസ് മേധാവി ശരണ്യ? അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയില് പാർട്ടിക്കുള്ളിൽ തെറ്റിദ്ധരുത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിൻ്റെതായ ഈ കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള പ്രതികരണം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ചൈത്ര തെരേസ ജോണി സംബന്ധിച്ച് ആസ്പദമായ കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ചിന്റേതായ ഒരു റിപ്പോർട്ട് വന്നു എന്നൊരു വാർത്ത പുറത്തേക്കെത്തുകയും ഒപ്പം തന്നെ ആ റിപ്പോർട്ടിൽ ഷാനവാസിന് ക്ലീൻ ചിറ്റ് ആണ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിട്ടുള്ളത്. അത് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന് ഘടകവിരുദ്ധമാണ് എന്നുള്ളതടക്കമുള്ള വിവാദങ്ങൾ വരികയും നിയമസഭയിലടക്കം വലിയ ചർച്ചകളിലേക്ക് ഈ വിഷയം കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. എന്തായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിരിക്കുന്നു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഷാനവാസിന് അത്തരത്തിൽ ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ട് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചൈത്ര തെരേസ ജോൺ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് SP വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, പരാതികളിൽ അന്വേഷണം ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഷാനവാസിനെതിരെ ഇപ്പോഴും വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി പരാതികൾ ലഭിക്കുന്നു എന്ന് ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവമേറിയ പരാതികളാണ്, അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഈ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റേതായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്ന സംഭവത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി തന്നെ ഇപ്പോൾ നടക്കുകയാണ്. ഈ DYSP ആയ സാബു എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ അടക്കം ഈ ക്ലീൻ ചിറ്റ് നൽകിയ ഒരു റിപ്പോർട്ട് താൻ നൽകിയെന്ന് അറിയിച്ചിട്ടുള്ളത്. ആ വിഷയത്തിനകത്ത് DYSPയോട് വിശദീകരണം തേടുകയും DYSPയുടെ ഫോണ്ടേഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസിനകത്ത് തന്നെ മറ്റൊരു രീതിയിൽ ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി എന്നുള്ള ഒരു വിവരത്തിൽ, അങ്ങനെ ഒരു പ്രചാരണത്തിന്മേൽ പോലീസ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി അകത്ത് തന്നെ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ഷാനവാസിനെതിരെ നിയമസഭയിൽ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദേശം 4000-ഓളം പ്രവർത്തകർ പങ്കെടുക്കുന്ന ഒരു കളക്ട്രേറ്റ് മാർച്ച് ഇന്ന് ആലപ്പുഴയിൽ ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് 10:30 മണിയോടുകൂടി ആ മാർച്ച് ആരംഭിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിയമസഭയിൽ തുടങ്ങി വെച്ച ആ പ്രതിഷേധം ഇപ്പോഴും ആലപ്പുഴയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, CPM-നെ കടുത്ത പ്രതിരോധത്തിലാക്കിക്കൊണ്ട്. പ്രദീപ് ആര്യ.
തീർച്ചയായും ആകെ മൊത്തം ദുരൂഹതകളാണല്ലോ. ഒരു ഭാഗത്ത് രാഷ്ട്രീയ തലത്തിൽ രണ്ടഭിപ്രായം, രക്ഷിക്കാനൊരു ശ്രമം, ക്ലീൻ ചിറ്റ്. അതിനിടയിൽ ഇതാ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോലീസിൽ നിന്നും ഒരു ക്ലീൻ ചിറ്റ് വരുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകും എന്നൊക്കെ നമുക്കൊരു രസത്തിനൊക്കെ പറയാമെങ്കിലും നിയമം പലപ്പോഴും പോകുന്നത് രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും വഴിക്കാണ്. അങ്ങനെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ മണക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് ഒരു നിഗൂഢത ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. കാരണം ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകി, അത് 4 ദിവസം മുമ്പ് റിപ്പോർട്ട് നൽകി എന്ന് മാധ്യമങ്ങളെ അടക്കം അറിയിച്ചത്, അതായത് അങ്ങോട്ട് വിളിച്ചറിയിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സാബു ആണ്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. 3 മാധ്യമങ്ങളെ അദ്ദേഹം അങ്ങോട്ട് വിളിച്ചാണ് അറിയിച്ചിട്ടുള്ളത് താൻ 4 ദിവസം മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് അത്തരമൊരു റിപ്പോർട്ടേ തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയായ ചൈത്ര തെരേസ ജോൺ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അതിന് ഒരു പ്രതികരണത്തിന്, പരസ്യമായ ഒരു പ്രതികരണത്തിന് ജില്ലാ പോലീസ് മേധാവി തയ്യാറായിട്ടിരുന്നില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് അതിൽ ഈ വിഷയത്തിനകത്ത് ഡിവൈഎസ്പി സാബുവിനോട് ജില്ലാ പോലീസ് മേധാവി വിശദീകരണം തേടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ജില്ലാ ഘടകത്തിൽ നിന്നും ഷാനവാസിനെ സഹായിക്കുന്ന തരത്തിൽ, അതായത് ഈ ക്ലീൻ ചിറ്റ് നൽകിയെന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നതോടുകൂടി അത് വലിയ തോതിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ഷാനവാസ് അനുകൂല വിഭാഗത്തിന് അത് ഗുണകരമായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരത്തിലൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഭാഗത്ത് അതിനുള്ളിൽ നിന്നൊരു ശ്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ പോലീസ് പോകുന്നത്. പ്രത്യേകിച്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് ഇനി ഈ വിഷയത്തിനകത്ത് വകുപ്പ് തല അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഡിവൈഎസ്പി സാബു ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരടക്കം ജില്ലാ പോലീസ് മേധാവിയോട് അത്തരത്തിലൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു വാർത്ത തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള വിവരം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിലെ ഒരു വിഭാഗം സംരക്ഷണം ഒരുക്കുമ്പോൾ മറുവിഭാഗം തള്ളുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അന്വേഷണ സംഘം 6-ന് ജയൻ കർണാടകത്തിലാണ്, ആ ഡോക്യുമെന്റ് വ്യാജമാണെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ മേലിലും വലിയ സമ്മർദ്ദമുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഷാനവാസിനെ വ്യാജ ഡോക്യുമെന്റിന്റെ പേരിൽ പ്രതി ചേർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ അവരും മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രദീപ്. ശരി ശരണ്യ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി പോലീസ് കാണിച്ചാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകും, നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റൊരു വാർത്തയിലേക്കാണ് ഇത്തവണ നമ്മൾ പോകുന്നത്. ടെന്നീസ് കോർട്ടിലേക്കാണ്. രാജ്യാന്തര തലത്തിൽ പ്രശസ്തരായ 2 മലയാളികൾ ടെന്നീസ് കോർട്ടിൽ ഒത്തൊരുമിക്കുകയാണ്. അവർ മുഖാമുഖം വന്നാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? രാഷ്ട്രീയ കളിയിൽ നിന്ന് ബ്രേക്ക് എടുത്ത് ടെന്നീസ് കോർട്ടിലേക്ക് ഡോക്ടർ ശശി തരൂറും ക്രിക്കറ്റ് റീഹാബിൽ നിന്ന് പുതിയ ആരോഗ്യവും പുതിയ ഊർജവുമായി തിരിച്ചു വരാൻ ഒരുങ്ങുന്ന സഞ്ജു സാംസണുമാണ് ടെന്നീസ് കോർട്ടിൽ കണ്ടുമുട്ടിയത്. ഒരാൾ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധേയനായ മലയാളി ശശി തരൂർ, രണ്ടാമത്തെയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ മലയാളികളുടെ അഭിമാനം സഞ്ജു വി സാംസൺ. തിരുവനന്തപുരം ടെന്നീസ് ക്ലബ്ബിൽ നടക്കുന്ന ശരത് കുമാർ നമ്പ്യാർ മെമ്മോറിയൽ വേൾഡ് ടെന്നീസ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ഇരുവരും എത്തിയത്. ടെന്നീസ് ബാറ്റുമായി ഇരുവരും കോർട്ടിലേക്ക് ഇറങ്ങിയതോടെ കാണികൾക്കും ആവേശമായി. ടെന്നീസ് കളിക്കാരനായി തന്നെ വീണ്ടും എത്താൻ ശ്രമിക്കാമെന്ന് സഞ്ജു. I think I have come here few times only to pick some tennis balls to practice my six hitting. But next time if you invite me for a tennis game, I would love to come and play a game here. കളിക്കാർക്കും സഞ്ജുവിനും ആശംസ നേർന്ന് ശശി തരൂറും. So that will be marvelous to see you all enjoy the tournament. I wish you the very best and my very best wishes to the success of this tournament. I officially declare it inaugurate. ശരത് കുമാർ നമ്പ്യാർ മെമ്മോറിയൽ ടെന്നീസ് ടൂർണമെന്റ് 2ാം വർഷമാണ് ഇത് നടത്തുന്നത്. ഇന്ത്യയിലെ 100-ലധികം ടെന്നീസ് താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് വി അരുണിനെ പോലെയുള്ള സെമി റിട്ടയർഡ് ക്രിക്കറ്റർമാർ ഇപ്പോൾ, അത് മാത്രമല്ല തലസ്ഥാനത്തെ ഒട്ടനവധി പ്രമുഖ മാധ്യമ പ്രവർത്തകർ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ആശ്വാസം കണ്ടെത്തുന്നത് ടെന്നീസ് ബോൾ ക്രിക്കറ്റിലൂടെയാണ്. അതുപോലെ തന്നെ 6 അടിക്കാൻ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പരിശീലിക്കാറുണ്ട് എന്നും ഒക്കെ
പറയുന്നു സഞ്ജു അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങൾ. അപ്പോൾ തുടർന്ന് ടെന്നീസ് കോർട്ടിൽ സജീവമായ ടെന്നീസിൽ തന്നെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നാണ് സഞ്ജു സാംസൺ പറയുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഇടവേള അനിവാര്യമാണ്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം വരുമ്പോൾ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് നമുക്കറിയാം, ഇന്ത്യൻ സംഗീത ലോകത്തിന്റെ വാനമ്പാടി ലതാ മങ്കേഷ്കർ ഓർമ്മയായിട്ട് ഇന്ന് 1 വർഷം തികയുകയാണ്. ലതാ മങ്കേഷ്കറിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ തിരികെ എത്തുന്നത്. ആദ്യം ഇടവേള. അപ്പോൾ അഷ്റഫുമാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇനി അടുത്തത്, പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷം. കോഴിക്കോടാണ് സംഭവം. 2500ഓളം അഷ്റഫുമാരാണ് കോഴിക്കോട് ബീച്ചിൽ കഴിഞ്ഞ ദിവസം ഒത്തുകൂട്ടിയത്. 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള അഷ്റഫുമാരുണ്ടായിരുന്നു. 3 വയസ്സുള്ള അഷ്റഫ് മുതൽ 80 വയസ്സുള്ള അഷ്റഫ് വരെ. കോഴിക്കോട് കടപ്പുറത്ത് 3000 അഷ്റഫുമാർ ഒത്തുകൂടാനായിരുന്നു തീരുമാനം. എന്നാലും 2500ഓളം അഷ്റഫുമാർ പങ്കാളികളായി. 3 വയസ്സു മുതൽ 80 വയസ്സുവരെയുള്ള അഷ്റഫ് എന്നു പേരുള്ളവരാണ് സംഗമിച്ചത്. അഷ്റഫ് കൂട്ടായ്മയ്ക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. 2018 ജൂൺ മാസത്തിൽ തിരൂരങ്ങാടി താഴെച്ചിനയിൽ കുറ്റിയിൽ കോംപ്ലക്സിൽ ആദ്യ അഷ്റഫ് യോഗം തുടങ്ങി. മനരിക്കൽ അഷ്റഫിന്റെ വീട് വരാന്തയിൽ സൊറ പറഞ്ഞിരിക്കാൻ വന്ന 4 അഷ്റഫുമാർ ചായക്കടയിൽ പോയപ്പോൾ ചായക്കടക്കാരനും അഷ്റഫ്. അവിടെ ചായ കുടിക്കാൻ വന്നയാൾ ഇവിടെന്താ അഷ്റഫ് സംഗമമോ എന്ന് ചോദിച്ചയിടത്തു നിന്ന് തുടങ്ങി. കമ്മിറ്റിയായി, ഭാരവാഹികളായി, വാട്സപ്പ് ഗ്രൂപ്പായി. അങ്ങനെ 2400-ലധികം അഷ്റഫുമാർ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഗിന്നസ് റെക്കോർഡിലേക്ക് യാത്ര തിരിച്ചു. അഷ്റഫ് കൂട്ടായ്മ പേരിന്റെ പേരിൽ ഒരുമിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമാവുകയും ചെയ്ത ഒരു കൂട്ടം അഷ്റഫുമാരുടെ ഒരു വലിയൊരു സന്തോഷ മുഹൂർത്തമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആനന്ദിക്കുന്നത്. ബിഗസ്റ്റ് യൂണിവേഴ്സൽ അറ്റംപ്റ്റ് വേൾഡ് റെക്കോർഡ്, അതിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. മറ്റു പേരിന്റെ പേരിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ എന്ന് ഞങ്ങൾ സാധാരണ പറയാറുള്ളത് ഇന്ന് ഒരു പക്ഷേ എന്നുള്ള വാക്ക് മാറ്റി യാഥാർത്ഥ്യമായിരിക്കണം. പല ജില്ലകളിൽ നിന്നെത്തിയ അഷ്റഫുമാർ ആശ്ലേഷിച്ചും സൊറ പറഞ്ഞും കൂട്ടുകൂടിയും സംഗമത്തെ കളറാക്കി. പല വീട്ടുപേരുകളിലും സ്ഥലനാമങ്ങളിലും ഇനീഷ്യലുകളിലുമുള്ള അഷ്റഫുമാരുടെ സംഗമം കാഴ്ചക്കാരിലും കൗതുകം നിറച്ചു. ന്യൂസ് 18 കോഴിക്കോട്. അപ്പോൾ ഈ അഷ്റഫുമാരുടെ സംസ്ഥാന സമ്മേളനം ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അഷ്റഫുമാർ. ഇനി ഒരു സിനിമ കഥ. നമ്മൾ മലയാളികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട, നമ്മൾ എത്ര തവണ കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണ് മോഹൻലാൽ ഭദ്രൻ കൂട്ടിക്കെട്ടിൽ പിറന്ന സ്ഫടികം, അല്ലേ? അതെ. ആ സ്ഫടികം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മോഹൻലാൽ ഫാൻസിന് കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ജനറേഷന് വേണ്ടി ന്യൂ ജനറേഷൻ രൂപഭാവങ്ങളോട്, അതായത് 4K ഡോൾബി അറ്റ്മോസ് സാങ്കേതിക വിദ്യയിലാണ് വീണ്ടും സ്ഫടികം തിയേറ്ററുകളിൽ എത്തുന്നത്. വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിൽ വീണ്ടും ചിത്രം എത്തുന്നത്. പഴയ ദൃശ്യങ്ങൾക്കൊപ്പം പുതുതായി ചിത്രീകരിച്ച ദൃശ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ട്രെയിലർ ഇതിനോടകം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. ജൈവ വൈവിധ്യങ്ങളുടെ തോഴനെ കാണാം ഇനി. വയനാട് വെങ്ങപ്പിള്ളി പുഴമുടിയിലെ സലിം പീച്ചൻ 20 വർഷത്തിലധികമായി ജൈവ വൈവിധ്യ മേഖലയിൽ സജീവമായ ഇദ്ദേഹത്തിന്റെ പഠനങ്ങളും കണ്ടെത്തലുകളും പരിഗണിച്ച് കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു സസ്യത്തിന് സലീമിന്റെ പേരും നൽകിയിട്ടുണ്ട്. കാണാം. ചെടി കണ്ടാൽ അതിന്റെ പേരും ശാസ്ത്രീയ നാമവും ഒക്കെ സലീം പിച്ചൻ നിമിഷനേരം കൊണ്ട് പറയും. 2500ഓളം സസ്യങ്ങളുടെ സമഗ്ര വിവരങ്ങൾ സലീമിന് മനപ്പാഠം. അപൂർവ ഇനം സസ്യങ്ങളെക്കുറിച്ച് പുസ്തകങ്ങളും 25ഓളം പ്രബന്ധങ്ങളും രചിച്ച സലീം പിച്ചൻ എന്ന പ്രകൃതി സ്നേഹിയെക്കുറിച്ച് വിശേഷണങ്ങൾ ഒട്ടനവധിയുണ്ട്. പുതിയ സസ്യങ്ങളെ തേടിയുള്ള യാത്രക്കിടെ ലഭിച്ച 150ലധികം ഓർക്കിഡുകൾ സലീം തന്റെ വീട്ടുമുറ്റത്ത് സംരക്ഷിക്കുന്നുണ്ട്. നിരവധി അപൂർവ സസ്യങ്ങളും സലീം പിച്ചൻ സംരക്ഷിച്ചു പോരുന്നു. നമ്മുടെ മൈക്രോ ലെവലിലുള്ള ഒരു ശോഷണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഉരുൾപൊട്ടുന്നു, മണ്ണ് പോകുന്നു, അതൊക്കെ അതിലുപരി കാലാവസ്ഥ വ്യതിയാനം വരുന്നു. പക്ഷെ അതിലുപരി ഞാനൊരു 10 വർഷം മുമ്പേ ആ സ്ഥലത്ത് പോകുമ്പോൾ നിറയെ കാടായിട്ടുണ്ടായിരുന്നു, വയനാട്ടിലെ കാടായിട്ടുണ്ടായിരുന്ന ഒരു ഓർക്കിഡാണ്. പക്ഷേ
ഫ്ലഡിൻ്റെ ശേഷം ഞാൻ ആ സ്ഥലത്ത് പോയപ്പോൾ അവിടെ പൂർണ്ണമായിട്ട് ഈ ഒരു ഓർക്കിഡിന് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓരോ വീട്ടിലും ഇങ്ങനെയുള്ള നീലഗിരി ബയോസ്ഫിയറിൻ്റെ പാർട്ടായിട്ടുള്ള നമ്മുടെ വയനാട്ടിൽ ഓരോ ഇനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന വന ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട സസ്യത്തിനാണ് സ്വീഡൻ ഫെഡിനില്ല സലീമി എന്ന പേര് നൽകിയത്. മകൾ സനയുടെയും പേര് ചെടിക്ക് നൽകിയിട്ടുണ്ട്. ലിപ്പാറിസ് സാന മലബാറിക്ക എന്നാണ് പേര്. ഇവിടെ കാണുന്ന കുറേ സസ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വയനാട്ടിൽ കാണുന്ന ഏകദേശം 186ഓളം ഓർക്കിഡാണ്. വയനാട്ടിൽ ശരിക്കും ആധികാരികമായിട്ട് ഇതുവരെ വയനാട്ടിൻ്റെ ഓർക്കിഡ് ഇനങ്ങളെ പറ്റി ആരും തന്നെ സർവേ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ വയനാട്ടിൻ്റെ മൊത്തത്തിലുള്ള എൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഭാഗമായി വയനാട്ടിലെ കൃത്യമായിട്ട് 186ഓളം ഓർക്കിഡുകൾ കണ്ടെത്താൻ പറ്റി. അതിൽ തന്നെ ഏകദേശം ഒരു 130ൽ പരം വയനാടിൻ്റെ തദ്ദേശീയമായ ഓർക്കിഡും അതുപോലെ തന്നെ ഉത്തരേന്ത്യയുടെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ കാണുന്ന വന്യമായിട്ടുള്ള ഒരു 20ഓളം ഓർക്കിഡ് ഇനങ്ങളെയാണ് നമ്മുടെ നട്ടു വളർത്തി. ഒട്ടേറെ പുരസ്കാരങ്ങളും സലീമിനെ തേടിയെത്തി. 2009 കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സലൻസ് സർട്ടിഫിക്കറ്റ്, 2012 വനം വകുപ്പിന്റെ വനമിത്ര പുരസ്കാരം, 2015 സ്വാമി വിവേകാനന്ദ യുവപ്രതിഭ പുരസ്കാരം എന്നിവ ചിലത് മാത്രം. വയനാട് പുത്തൂർവയലിലെ MS സ്വാമിനാഥൻ റിസർച്ച് സെന്ററിലാണ് സലീം പഠനങ്ങൾ നടത്തുന്നത്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. പ്രഭാത കേരളം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും ആ നിമിഷങ്ങളിൽ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. മലയാളിയുടെ ചോര തിളപ്പിക്കുന്ന ഒരു വാർത്തയാണ്. സംസ്ഥാനത്ത് വെള്ളക്കര വർധനവ് അത് നിലവിൽ വന്നിരിക്കുകയാണ്. ലിറ്ററിന് 1 പൈസ വീതമാണ് വർധനവ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതോടുകൂടി കിലോ ലിറ്ററിന് 10 രൂപയുടെ വർധനവാണ് വരാൻ പോകുന്നത്. എന്തായാലും പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ന്യൂസ് റൂം ലൈവിൽ തുടരും അല്ലേ? എല്ലാവർക്കും ശുഭദിനം. നന്ദി, നമസ്കാരം.